ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. കെ ഫോൺ പദ്ധതിക്കെതിരെ പൊതുതാൽപര്യ ഹർജിയുമായി എത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി. പ്രതിപക്ഷ നേതാവിന് പൊതു താൽപര്യമല്ല, പബ്ലിസിറ്റി താൽപര്യമാണെന്ന് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് വിമർശിച്ചു. ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചില്ല. ആരോപണത്തിന് തെളിവുകൾ ഹാജരാക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞില്ല. ഉത്തരവാദിത്തമുള്ള പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഹർജിക്കാരൻ കൂടുതൽ ശ്രദ്ധ കാട്ടണമെന്നും പറഞ്ഞു. കെ ഫോൺ പദ്ധതിയുടെ ഗുണം ഉപഭോക്താക്കളിലേക്ക് എത്തിത്തുടങ്ങിയ ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവിന് ഹൈക്കോടതിയുടെ വിമർശനമേൽക്കേണ്ടി വന്നത്. ലോകം ഉറ്റുനോക്കുന്ന കെ ഫോൺ പദ്ധതിയെ കേസിൽ കുരുക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണ് പാളിയത്. കോടതിയുടെ വിമർശനവും ഹർജി ഫയലിൽ സ്വീകരിക്കാതിരുന്നതും പ്രതിപക്ഷ നേതാവിന് വലിയ തിരിച്ചടിയായി മാറി. ഇതേ തുടർന്ന് രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട്. LDF കൺവീനർ ഇ.പി. ജയരാജൻ, അതുപോലെ തന്നെ മുൻ നിയമമന്ത്രി എ.കെ. ബാലൻ, നിയമമന്ത്രി പി. രാജീവ് എന്നിവരൊക്കെ പ്രതിപക്ഷ നേതാവിന് നേരിട്ട ഈ വലിയ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഇന്ന് നൽകുകയുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് ഈ ചർച്ചയുടെ ഓരോ ഘട്ടത്തിലായി വരികയും ചെയ്യാം. അതുകൂടി നമുക്ക് ഈ ചർച്ചയുടെ ഭാഗമായി കൊണ്ടുവരാം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് അരുൺകുമാർ, CPIM, നിജേഷ് അരവിന്ദ്, കോൺഗ്രസ്, ഡോക്ടർ പ്രേംകുമാർ, ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ. ആദ്യം നിജേഷിലേക്ക്. നിജേഷ്, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചാണ്. ഏതെങ്കിലും പൊതുതാൽപര്യ ഹർജി കോടതിയിൽ കൊടുക്കുന്ന ഒരു വ്യവഹാരിയെക്കുറിച്ചല്ല. ക്യാബിനറ്റ് റാങ്കിലുള്ള കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് നിരീക്ഷിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ വിമർശനം, പൊതുതാൽപര്യമല്ല പ്രതിപക്ഷ നേതാവിനുള്ളത്, പബ്ലിസിറ്റി താൽപര്യമാണ്. വലിയ തിരിച്ചടിയല്ലേ ഈ നിരീക്ഷണം, ഈ വിമർശനം ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചത് പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച്? കോടതി പരാമർശിക്കുന്ന സമയത്ത് ആ ജഡ്ജിയുടെ ശവമഞ്ചം എടുത്ത് കടലിലേക്ക് തള്ളുന്ന ഏർപ്പാടൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ അതിന്റെ നേതാക്കന്മാർക്കോ ഇല്ല. ഞങ്ങൾക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തു പറഞ്ഞു, അദ്ദേഹം തന്നെ പറഞ്ഞു, മൈതാനത്ത് സംസാരിച്ചു. ഞങ്ങൾക്ക് നിയമപരമായി സാധൂകരണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കോടതിയിൽ പോയത്. അത് കോടതിയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. മറ്റൊരു ദിവസത്തേക്ക് കേസ് മാറ്റിയിട്ടുണ്ട്. തിരിച്ചടിയാണ് എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങൾ കാണാം. ഒരു CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1500 കോടി രൂപയിൽ, 1000 കോടി പറഞ്ഞത് 1500 കോടി രൂപയിലേക്ക് എത്തിയിട്ടും ലക്ഷ്യം കാണാത്ത ഒരു പദ്ധതിയെപ്പറ്റി കോടതിയിൽ പോകുന്നത് ശരിയാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. നിശ്ചയമായി. പക്ഷേ നിജേഷ്, ഒരു പ്രശ്നം, ഇന്ന് കോടതിയിൽ അത് ബോധ്യപ്പെടുത്തി പ്രാഥമികമായിട്ടുള്ള പ്രഥമ ദൃഷ്ടിയ നേട്ടം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കേസുകളിൽ അങ്ങനെയാണ്. കോടതി പ്രഥമ ദൃഷ്ടിയ ഇടപെടേണ്ടതാണെങ്കിൽ ഹർജി ഫയലിൽ സ്വീകരിക്കും, അതുപോലെ തന്നെ നോട്ടീസ് അയക്കും, ശക്തമായ നിരീക്ഷണങ്ങൾ വരും. ഇവിടെ നിരീക്ഷണങ്ങൾ വന്നത് ഹർജിക്കാരനെതിരെയാണ്. പ്രതിപക്ഷ നേതാവ് ഹർജിക്കാരനായി ഹർജി കൊടുത്ത സംസ്ഥാന സർക്കാരിനെതിരെയാണ്. ആ സംസ്ഥാന സർക്കാരിനെതിരെയല്ല കോടതിയുടെ വാക്കാൽ നിരീക്ഷണങ്ങൾ പോലും വന്നിട്ടുള്ളത്, പകരം ഹർജിക്കാരന് നേരെയാണ്. ഏതാണ്ട് ഫൈൻ ഈടാക്കിയില്ല എന്ന മട്ടിൽ വേണമെങ്കിൽ പറയാം എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം തിരിച്ചടി തന്നെയല്ലേ? പൊതു താല്പര്യമല്ല, പബ്ലിസിറ്റി താല്പര്യമാണ് എന്ന് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞാൽ ഈ നാട് എന്താണ് വിചാരിക്കേണ്ടത്, കരുതേണ്ടത്? ഉത്തരവാദിത്വമുള്ള പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഹർജിക്കാരൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമായിരുന്നു എന്ന് കോടതി പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? തിരിച്ചടിയല്ലാതെ മറ്റെന്താണ്? കോടതിയുടെ വിധി അങ്ങനെയാണ് എന്ന് എനിക്ക് അറിവ് കിട്ടിയിട്ടില്ല. കോടതിയിലെ ഏതോ ഒരു ജഡ്ജ് അങ്ങനെ പരാമർശിച്ചതായി നിങ്ങളുടെ ചാനലിൽ കാണുന്നു. അവിടെ കൃത്യമായി പറയുന്നു, ഞങ്ങളൊരു ലക്ഷ്യം മുന്നോട്ട് വെച്ചിട്ടാണ് പൊതു താല്പര്യ ഹർജി കൊടുത്തിട്ടുള്ളത്. കോടതി ഈ കോടതിയല്ല, ഇനി മുകളിലേക്കും കോടതിയുണ്ട്. ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തള്ളിയിട്ടുമില്ല, അടുത്ത ദിവസത്തേക്ക് മാറ്റിയിട്ടാണ്. കൂടുതൽ കാര്യങ്ങൾ ആവശ്യമുണ്ട് എന്ന് പറയുന്നു, അത് കൊടുക്കുന്നു. അതിനപ്പുറത്തേക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണ്ട. നമ്മൾക്ക് പബ്ലിസിറ്റി നടത്തേണ്ട, കോടതിയിൽ പോയി പബ്ലിസിറ്റി നടത്തേണ്ട കാര്യമില്ല. ഇത് ഞങ്ങളിനി കോടതി തള്ളിയാലും ശരി, തള്ളിയില്ലെങ്കിലും ശരി, ഫയലിൽ സ്വീകരിച്ചാലും ശരി, സ്വീകരിച്ചില്ലെങ്കിലും ശരി, കെ ഫോൺ ലക്ഷ്യത്തിലെത്തിയോ? ഇതാണ് നമ്മുടെ ചോദ്യം. ഇതൊക്കെ നിങ്ങൾക്ക് നിജേഷ് ഇന്ന് നിങ്ങൾക്ക് ആകാമായിരുന്നു. എങ്ങനെയാണെന്നറിയോ? കോടതിയിൽ നിന്ന് ഈ ഹർജിക്ക് അനുകൂലമായ ഒരു വെയിറ്റേജ് ലഭിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന വാദം മുഖവിലക്കെടുക്കാമായിരുന്നു. അതുണ്ടാകാതിരിക്കുകയും ഹർജിക്കാരനെ തന്നെ കോടതി സംശയത്തോടെ കാണുകയും ചെയ്തു എന്നുള്ളിടത്താണ് പ്രശ്നം. ഇപ്പോൾ നിജേഷ്, നിശ്ചയമായി ഞങ്ങൾ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതുമല്ല കോടതിയിൽ നടന്നത് എന്ന് വസ്തുനിഷ്ഠമായി വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞാൽ പോലും നിങ്ങൾ പറയുന്ന വാദങ്ങൾ കുറെ കൂടി ആത്മാർത്ഥതയോടെ അല്ലെങ്കിൽ കുറച്ചുകൂടി സെൻസിബിളായിട്ടാണല്ലോ നിജേഷ് പറയുന്നത് എന്ന് പ്രേക്ഷകർ കേട്ടേക്കും. പക്ഷേ ഇന്നും ഈ വിധം തിരിച്ചടി ഉണ്ടായിട്ടും വലിയ കസർത്ത് നടത്താനാണ് നിജേഷ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം അതിന്റെ ശരിയായ വിശകലനത്തിലേക്ക് വരും, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പൊളിറ്റിക്കൽ ആർഗ്യുമെന്റിലേക്ക് വരും. അതല്ലേ എൻ്റെ ഒരു മര്യാദ?
അല്ല കസർത്തിന്റെ പ്രശ്നവും മര്യാദ കേടും ഇല്ല, രണ്ടും ചെയ്യാം. ഞങ്ങൾ മുന്നോട്ട് വെച്ചത് കെ ഫോണിന്റെ വിഷയമാണ്. ശരി, കെ ഫോൺ 1000 കോടി ചെലവഴിച്ച നിജേഷ് ഞാൻ പറഞ്ഞല്ലോ, നിജേഷ് ഇന്നലെ ഇത് പറഞ്ഞാൽ കേട്ടിരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. നിങ്ങൾക്ക് കോടതിയെ ഇത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്നേ. ആ സിറ്റുവേഷനെ കുറിച്ച് ആദ്യം സംസാരിക്കുക, അത് അഡ്മിറ്റ് ചെയ്യുക. ഈ വിഷയം അല്ല ഞങ്ങൾ ഈ വിഷയം ജനകീയ കോടതിയിൽ എപ്പോഴോ കാലമായി പിന്നെ കോടതിയിൽ പോകണ്ടല്ലോ. അല്ല കോടതിയിൽ പോകണല്ലോ. അപ്പൊ തിരിച്ചടിയല്ലേ? നിയമപരമായി പോകേണ്ടി വരും, അപ്പൊ തിരിച്ചടിയല്ലേ? രാഷ്ട്രീയമായി പോകേണ്ടി വരും. ശരി, അത് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. രാഷ്ട്രീയമായും നിയമപരമായി നേരിടും. നിയമപരമായി പോയപ്പോ ആദ്യഘട്ടം തിരിച്ചടിയല്ലേ? അല്ലെ വരട്ടെ, ഇനിയും വരട്ടെ, ആർഗ്യുമെന്റ് നടക്കട്ടെ, അല്ലെങ്കിൽ തള്ളട്ടെ, ആ സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം. ഒരു കാര്യം ശരി, ഇന്നുണ്ടായത് ഇനി ഏത് വാചകം കൊണ്ട്, ശരി നിജേഷ്, ഏത് വാചകം കൊണ്ട് താങ്കൾ ഇനി വിശദീകരിക്കാൻ ശ്രമിച്ചാലും ഇന്നുണ്ടായത് ഒരു തിരിച്ചടി തന്നെയാണ്. തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഈ സർക്കാരിന് വലിയ തിരിച്ചടി എന്ന നിലയിലേക്ക് നിങ്ങൾ പറയുമായിരുന്നു. ഇന്ന് തിരിച്ചായതുകൊണ്ട് നിങ്ങൾക്ക് മിണ്ടാൻ കഴിയുന്നില്ല. താങ്കൾ പറഞ്ഞ ഏതോ കോടതിയല്ല, ചീഫ് ജസ്റ്റിസ് മിസ്റ്റർ എ.ജെ. ദേശായി, അതുപോലെ തന്നെ ദ ഓണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് വി.ജി. അരുൺ, ഇവരുടെ ബെഞ്ചാണ് ഇന്ന് ഈ ഇടക്കാല ഓർഡർ ഇറക്കിയിട്ടുള്ളത്. ഇനി താങ്കൾ പറഞ്ഞ ആ ഇടക്കാല ഓർഡറിൻ്റെ ഇൻ്ററിം ഓർഡറിൻ്റെ അവസാനത്തെ പാരഗ്രാഫ് അഡ്വക്കേറ്റ് ജനറൽ തന്നെ ഒരു കാര്യം പെറ്റീഷണർ നടത്തിയിട്ടുള്ള ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു ആരോപണത്തെക്കുറിച്ച് കോടതിയിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഏതാണെന്ന് വെച്ചാൽ ലോകായുക്തയ്ക്കെതിരെ പെറ്റീഷണർ എന്ന് പറയുന്നത് വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് തെറ്റായ ബേസ്ലെസ് അലിഗേഷൻ എന്നാണ് നടത്തിയത്. 58ാമത്തെ പാരഗ്രാഫിൽ, റിട്ട് പെറ്റീഷൻ്റെ 58ാമത്തെ പാരഗ്രാഫിലുണ്ട്. അതെങ്ങനെയാണ് എന്ന് ഈ ഇൻ്ററിം ഓർഡറിൽ എടുത്തു പറയുന്നുണ്ട്. എന്നിട്ട് കോടതി പറയുകയാണ്, 5ാമത്തെ പാരഗ്രാഫ്, വി എന്ന് വെച്ചാൽ കോടതിയാണ്, ചീഫ് ജസ്റ്റിസും അതുപോലെ തന്നെ മറ്റൊരു ജഡ്ജും അടങ്ങുന്ന ബെഞ്ച്, വി ആൾസോ ഒബ്സർവ് ദാറ്റ് ദി പ്രസന്റ് റിട്ട് പെറ്റീഷൻ എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവിൻ്റെ റിട്ട് പെറ്റീഷൻ ഹാസ് മെയ്ഡ് ഇറാഷണൽ ആൻഡ് അൺവാണ്ടഡ് കമൻറ്റ്സ് അഗൻസ്റ്റ് ദി ലോകായുക്ത. We will not permit the petitioner to carry the allegation raised in the above paragraph. We are sure that the petitioner who holds the responsible position of leader of the opposition in Kerala Legislative Assembly will look into these aspects and take necessary action so that some remarks being made in future can be avoided. ഈ നിലയിൽ രേഖപ്പെടുത്തപ്പെട്ട അതൃപ്തിയുണ്ട്, വിമർശനമുണ്ട്. നിജേഷ്, അല്ല ലോകായുക്തക്കെതിരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല, അതിനി ഉണ്ടാവരുത് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഒപ്പം ഭാവിയിലെടുക്കേണ്ട എന്താണ് ശ്രദ്ധയെക്കുറിച്ചും പറയാണ്. അല്ല ഞാൻ പറയും, ഈ ഭരണകൂടം, പിണറായി വിജയൻ ഭരണകൂടം ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ വേണ്ടി കെട്ട പെടാപ്പാട് എനിക്ക് പറയാം, താങ്കൾക്ക് പറയാം. ഹൈക്കോടതിയുടെ ഓർഡറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വേറൊരു കേസിൽ അതിനകത്തേക്ക് ഫിറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കോടതി 58ാമത്തെ പാരഗ്രാഫ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷ നേതാവിനെ തിരുത്തുന്നതാണ് കണ്ടത്. ക്യാബിനറ്റ് റാങ്കിലുള്ള വ്യക്തിയെക്കുറിച്ചാണ് കോടതിയുടെ അതൃപ്തി. ഞാൻ എന്റെ ലളിതമായ ചോദ്യം, ശരി, ലോകായുക്തക്കെതിരെയുള്ള ഒരു പരാമർശം ആ പാരഗ്രാഫിൽ വന്നു എന്നുള്ളത് കൊണ്ട് കേസിന്റെ മെറിറ്റ്, മുന്നോട്ട് വെച്ച കേസ്, അതിന്റെ സബ്ജക്ട് ഇല്ലാതാവുന്നുണ്ടോ? ഇത് മാത്രമാണ്. ഉണ്ടല്ലോ, ഈ സ്റ്റേജിൽ അതില്ലാന്നാണ്. 2019 ഒരു കേസിൽ 2024 എന്താണ് അർജൻസി, പൊതു താല്പര്യം, എന്ത് തെളിവ് പിന്നെ എന്നാ പിന്നെ അന്ന് കോടതിയിൽ ഹർജിയുമായി വന്നാൽ പോരെ? 2023 വന്ന CAG റിപ്പോർട്ടാണ്, ഇനി പ്രാഥമിക റിപ്പോർട്ടാണ് ഈ കേസിന് ഞങ്ങൾ കൊടുക്കാൻ കാരണം. ചോദിച്ചല്ലോ, അങ്ങനെയാണെങ്കിൽ പ്രാഥമികമായ തെളിവ് എന്താണ്? നിങ്ങൾ ഈ ടെൻഡറിനെ എല്ലാത്തിനെയും ചലഞ്ച് ചെയ്യുമ്പോൾ പ്രതിപക്ഷ നേതാവിനോട് പ്രാഥമികമായ തെളിവ് എന്താണെന്ന് ചോദിക്കുന്നു. തെളിവില്ല, അപ്പോൾ ഉള്ളപ്പോൾ വന്നാൽ പോരെ എന്ന് കോടതി ചോദിക്കുന്നു. അല്ല കോടതി അടുത്ത ദിവസത്തേക്ക് കേസ് വെച്ചതാണ്. അവസാനത്തെ ഓർഡർ അല്ല, കേസ് തള്ളിയോ? എന്റെ അറിവിൽ കേസ് തള്ളിയിട്ടില്ല. ഹർജി ഫയലിൽ സ്വീകരിച്ചോ? ഞാനത് അംഗീകരിക്കാൻ തയ്യാറാണ്. ഹർജി ഒന്ന് അരുൺകുമാർ റൈറ്റ് ബാക്കിയുള്ളവരും വരികയാണ്. ഹർജി ഫയലിൽ സ്വീകരിച്ചോ? ഫയലിൽ സ്വീകരിച്ചിട്ടല്ലേ തള്ളുന്നത്? ഹർജി ഫയലിൽ സ്വീകരിച്ചോ? ഒരു ഹർജിക്കാരൻ കോടതിയിൽ ഹർജി കൊടുക്കുന്നത് എന്തിനാണ്? ഫയലിൽ സ്വീകരിച്ച് ഏറ്റവും വേഗത്തിൽ അർജന്റ് ആയിട്ടുള്ള നടപടികൾക്ക് വേണ്ടിയിട്ടാണ്, അടിയന്തര ഇടപെടലിന് വേണ്ടിയിട്ടാണ്. അത് കിട്ടിയോ? അല്ല തള്ളിയോ? അതുണ്ടായോ? ഹർജി ഫയലിൽ സ്വീകരിച്ചോ? രണ്ട് ഈ വാചകങ്ങൾ ഓരോന്നും പ്രതിപക്ഷ നേതാവിനുള്ള പ്രശംസാപത്രമാണോ? കേരള ഹൈക്കോടതിയുടെ പ്രശംസാപത്രമാണോ ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവിന് കിട്ടിയത്? പ്രതിപക്ഷ നേതാവിന് പൊതു താല്പര്യമല്ല, പബ്ലിസിറ്റി താല്പര്യമാണ് എന്ന് കോടതി പറയുന്നത് പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചുള്ള അംഗീകാരമാണോ? വിലയിരുത്തലാണോ?
അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ഏതെങ്കിലും ജഡ്ജി ഏതെങ്കിലും രീതിയിലുള്ള വിമർശനം വരുമ്പോൾ ശവമഞ്ചം ഉണ്ടാക്കിയിട്ടില്ല, മറുപടി കണ്ടന്റിൽ മറുപടി പറയുമ്പോൾ ഇത് പോരാതെ വരും. നിങ്ങൾക്ക് രാഷ്ട്രീയമായി അരുണിന് മറുപടി കൊടുക്കാൻ അത് മതി. പക്ഷേ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് നേരിട്ടിട്ടുള്ള ഏറ്റവും മാരകമായ തിരിച്ചടിക്ക് നിജേഷ് നിർഭാഗ്യവശാൽ ഇത് പോരാ മറുപടി. ഞാൻ അരുണിലേക്ക് കൂടി അഡ്വക്കേറ്റ് അരുൺകുമാറിലേക്ക് വരികയാണ്. അരുൺ, വരാം, ഞാൻ താങ്കളിലേക്ക് വരാം. നമ്മൾ ഏതായാലും ഇത്രയും സംസാരിച്ചപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടന്റിനെ കുറിച്ച് അഭിഭാഷകൻ കൂടിയായിട്ടുള്ള അരുണിന് ഒരു ധാരണയുണ്ടായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കേസ് മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ക്യാബിനറ്റ് റാങ്കിലുള്ള ആൾ കൂടിയാണ് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ശ്രീ വി ഡി സതീശൻ. ഈ കേസിൽ ഇപ്പോൾ ഞാൻ ആ ജഡ്ജ് ഇൻ്ററിം ഓർഡറിൻ്റെ ഒരു പാരഗ്രാഫും കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ നിജേഷിനോട് സംസാരിച്ചത്. ഇത് ഏതൊക്കെ തരത്തിലാണ് ഒരു തിരിച്ചടിയാണ് പ്രതിപക്ഷ നേതാവിന് എന്ന് താങ്കൾ കരുതുന്നുവെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് ഈ കോടതിയുടെ നിരീക്ഷണങ്ങളും ഈ ഇടക്കാല ഉത്തരവും അദ്ദേഹത്തിന് തിരിച്ചടിയാവുന്നത്? ഏതൊക്കെ തരത്തിലാണ്? ഇവിടെ പ്രതിപക്ഷ നേതാവ് ഗവൺമെന്റിന്റെ നല്ല പദ്ധതികളെ എല്ലാം എതിർത്തുകൊണ്ട് നിരന്തരം കോടതിയിൽ പോകുന്ന സാഹചര്യം നമ്മൾ നിരവധി കണ്ടു. പ്രതിപക്ഷത്തിന്റെ കടമ എന്ന് പറഞ്ഞാൽ ഭരണപക്ഷത്തിന്റെ എല്ലാ നേട്ടങ്ങളെയും നിശ്ചിതമായി വിമർശിക്കുക എന്ന രൂപത്തിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ചുരുങ്ങിപ്പോയിട്ട് കുറച്ച് നാളായി. പഴയ പ്രതിപക്ഷ നേതാവും ഇതേ രൂപത്തിൽ തന്നെയായിരുന്നു. നിരന്തരം ലിറ്റിഗേഷൻ പോയി കോടതിയിൽ നിന്ന് അടിമേടിക്കലായിരുന്നു. പുതിയ പ്രതിപക്ഷ നേതാവ് വന്നപ്പോൾ അതിലൊരു മാറ്റം വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഇപ്പൊ AI ക്യാമറ വച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും കൂടെ ഒരുമിച്ചാണ് കോടതി പോയത്. അന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു, രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ചാൽ പോരാ, പ്രതിപക്ഷ നേതാവായ താങ്കൾക്കും KPCCയുടെ പ്രസിഡന്റിനും രാഷ്ട്രീയ ധാർമ്മികതയുണ്ട് എന്ന് തെളിയിക്കാൻ ഒരു അഫിഡവിറ്റ് ഈ ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു. അത് കേട്ടതോടുകൂടി ആ കേസ് ഇപ്പൊ എന്തായി സ്ഥിതി എന്ന് ആർക്കും അറിയില്ല. ഒരു അഫിഡവിറ്റും ഇല്ലാത്ത സാഹചര്യമാണ്. ഇപ്പോൾ ഈ 2019 കൊടുത്ത ടെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീണ്ട 5 വർഷങ്ങൾക്ക് ശേഷം 2024 ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനുമായി ബന്ധപ്പെട്ട് പോയത് സാധാരണക്കാരനല്ല, മറിച്ച് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ്. 5 വർഷം കഴിഞ്ഞ് എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് എന്ന് ചോദിച്ചപ്പോൾ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ചില ചോദ്യങ്ങളുണ്ട് എന്നതാണ് പറയുന്നത്. ഉത്തരവുണ്ടോ എന്ന് ചോദിച്ചു, അതിന്റെ ഉത്തരവില്ല. സാധാരണ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോഴും കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ചില ചോദ്യങ്ങൾ ഉന്നയിക്കും, ഗവൺമെന്റ് അതിന് മറുപടി കൊടുക്കും. കുറീസ് ആണ്, അതിന് മറുപടി കൊടുക്കും, അതേ ഉള്ളൂ. അപ്പൊ ആ റിപ്പോർട്ട് കിട്ടിയിട്ട് പോരെ നിങ്ങൾക്ക് ഈ റിപ്പറ്റീഷനായിട്ട് വരാൻ എന്ന് ചോദിച്ച് ഓപ്പൺ കോടതിയിൽ തന്നെ അപമാനിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒരു തെളിവുമില്ലാതെ ഒരു റിപ്പറ്റീഷനുമായി വന്നിരിക്കുകയാണ്. അവിടെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, നമുക്കറിയാം ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ബെഞ്ച് എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 1ാമത്തെ ബെഞ്ചാണ്. ആ ബെഞ്ച് പറഞ്ഞത് ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അല്ല, ഇത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണ് എന്ന് പറയുന്ന സാഹചര്യം ഒന്ന് ആലോചിക്കുക. പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് കൃത്യമായി പ്രതിപക്ഷ നേതാവിനെയാണ് വിളിച്ചത്. അതിലൊന്നും ഒരു അപമാനം അദ്ദേഹം കാണുന്നില്ല. അതിനുശേഷം ലോകായുക്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഒരു പാരഗ്രാഫ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോകായുക്തയൊന്നും അതിന്റെ കടമ നിർവഹിക്കുന്നില്ല എന്ന രൂപത്തിൽ. ഇപ്പൊ സാധാരണ ഒരു റിട്ട് പെറ്റീഷൻ എന്താ, ആദ്യത്തെ ദിവസം അഡ്മിറ്റ് ചെയ്യും, എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കും. ഇതിൽ 17 എതിർകക്ഷികളുണ്ട്. പക്ഷേ ഒരാൾക്ക് പോലും നോട്ടീസ് കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഫയലിൽ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, താങ്കൾ പോയി താങ്കളുടെ റിട്ട് പെറ്റീഷനിലെ 58ാമത് പാരഗ്രാഫ് ഒഴിവാക്കി ഈ വരുന്ന ഫെബ്രുവരി മാസം 6-ാം തീയതി തിരിച്ചു വരൂ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, മറ്റൊന്നും പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറയുന്നത് തള്ളിയില്ലല്ലോ എന്നാ. തള്ളിയാൽ ഇത്രയും അപമാനം ഇല്ല. ഈ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ റിട്ട് പെറ്റീഷനിൽ ഇന്ന പാരഗ്രാഫ് ഒഴിവാക്കി ഇങ്ങ് വന്നില്ല എങ്കിൽ കൂടുതൽ ഒബ്സർവേഷൻസ് ഞങ്ങൾക്ക് നടത്തേണ്ടി വരും എന്നാ പറഞ്ഞ്. അങ്ങ് ഈ പാരഗ്രാഫ് വായിച്ചില്ലേ? വി ആർ ഷുവർ ദാറ്റ് ദ പെറ്റീഷണർ who hold the responsible position of leader of the opposition in Kerala Legislative Assembly will look into these aspects and take necessary action so that some remarks being made in future can be avoided. ഭാവിയിൽ ഞങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ പോകുന്ന റിമാർക്സുകൾ, പരാമർശങ്ങൾ ഒഴിവാക്കാൻ ഇതിലെ പ്രധാനപ്പെട്ട പാരഗ്രാഫ് താങ്കൾ ഒഴിവാക്കി തിരിച്ചു വന്നാൽ സാധിക്കും എന്ന രൂപത്തിൽ ഇതുവരെ കേരളത്തിലെ ഒരു നേതാക്കന്മാർക്കും ഹൈക്കോടതിയിൽ നിന്ന് കിട്ടാത്ത തരത്തിലുള്ള പ്രഹരം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഏറ്റുവാങ്ങിയിട്ട് എങ്ങനെ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ കഴിയും?
ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. ഈ കെ ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈസ്പീഡ് ഫൈബർ ഇന്റർനെറ്റ് കണക്ഷൻ ഈ കേരളത്തിലെ മുഴുവൻ വീടുകളിലേക്കും എത്തുന്ന 27 ലക്ഷം ആളുകൾക്ക് സൗജന്യമായി കിട്ടുന്ന ലോകത്തൊരിടത്തുമില്ലാത്ത പദ്ധതി, ഒരൊറ്റ സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത പദ്ധതി, സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സാഹചര്യം ഈ ഇന്ത്യയിൽ ഒരിടത്തുമില്ലാത്ത പദ്ധതി ഈ കേരളത്തിൽ നടപ്പാക്കുമ്പോൾ അതിനെതിരെ കള്ളക്കേസും കൊടുത്തുകൊണ്ട് ആ പദ്ധതി അട്ടിമറിക്കാനാണോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പോകേണ്ടത്? ഇപ്പൊ നമുക്കറിയാം, ജലമെട്രോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിൽ ഒരിടത്തുമില്ലല്ലോ ജലമെട്രോ. ജപ്പാൻ സഹായത്തോടെ, ജർമ്മൻ സഹായത്തോടെ ഇവിടെ നടപ്പാക്കുന്ന ഈ പദ്ധതി മറ്റൊരു സംസ്ഥാനത്തുമില്ല. കൈയടിച്ച് സ്വീകരിക്കേണ്ട ആ പദ്ധതിയിൽ നിന്നടക്കം ആ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മാറി നിന്ന് ആക്ഷേപം ഉന്നയിക്കുകയല്ലേ? അതുതന്നെയല്ലേ ക്യാമറയുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം നമ്മൾ കണ്ടത്. അപ്പോൾ സഹകരിക്കേണ്ട മേഖലകളിൽ നിന്നെല്ലാം സഹകരിക്കാതെ നിസ്സഹകരണം കാണിച്ച് അതിനെ ചോദ്യം ചെയ്ത് കോടതിയിൽ പോയി അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ നിന്നൊരു അഡ്മിഷൻ കിട്ടിയാൽ മാസങ്ങൾ വർഷങ്ങൾ ആ കേസ് തള്ളി മാറ്റി ഈ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യമാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്. അതേതായാലും കയ്യോടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. നിശ്ചിതമായിട്ടുള്ള വിമർശനം കോടതി ഉന്നയിച്ചിരിക്കുന്നു, ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. തെളിവ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഒരൊറ്റ തെളിവ് പോലും ഹാജരാക്കാൻ കഴിയുന്നില്ല. ഭാവിയിൽ വരാൻ പോകുന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് വരുമ്പോൾ ഞാൻ ഹാജരാക്കാം അപ്പോഴാണ് കോടതി ചോദിച്ചത്. 100-ൽ പരം പേജുകൾ ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകരുടെ സാന്നിധ്യം എക്സിബിറ്റായിട്ട് 10-ലധികം ഡോക്യുമെന്റുകളും കാര്യങ്ങളും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം വെറും ഒരു പേപ്പർ എഴുതിയിടുകയല്ല ചെയ്തത്. അതെ, 500-ലധികം പേജുകൾ. അതെ, ഈ റിട്ട് പെറ്റീഷനിൽ 500-ലധികം പേജുകൾ ഉള്ള വളരെ വിശദമായിട്ടുള്ള റിട്ട് പെറ്റീഷനാണ്. ഹൈക്കോടതിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സീനിയർ അഭിഭാഷകരിൽ ഒരാളാണ് അവർക്ക് വേണ്ടി ഹാജരായത്. 582 പേജുണ്ട്. 582 പേജുള്ള റിട്ട് പെറ്റീഷൻ എന്നൊക്കെ പറയുമ്പോൾ അത് ഹാജരാക്കിയിട്ട് അതിൽ ഒരു തെളിവെങ്കിലും ഹാജരാക്കാൻ പറഞ്ഞപ്പോൾ പേജുകളുണ്ട്, പക്ഷെ തെളിവുകളില്ല. അങ്ങനെയാണോ ഈ കേരളത്തിന്റെ മുഖം മാറ്റുന്ന, രാജ്യത്തിന് മുന്നിൽ ലോകത്തിന് മുന്നിൽ മാതൃകയാക്കുന്ന ഒരു പദ്ധതിയെ അട്ടിമറിക്കാൻ കണ്ടതാണ്? അതുപോലെ ധനകാര്യമന്ത്രിയുടെ ബജറ്റ് പ്രസംഗത്തിന്റെ പാരഗ്രാഫ് ചൂണ്ടിക്കാട്ടി ഇതാ കെ ഫോണിനെ കുറിച്ച് ധനകാര്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് ഹൈക്കോടതിയെ ധരിപ്പിച്ചില്ലേ? അല്ല, ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു ഈ പദ്ധതി എന്ന് പറഞ്ഞാൽ സ്വപ്ന പദ്ധതിയാണല്ലോ. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത പദ്ധതി, ലോകത്തൊരിടത്തും ഒരു സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സാഹചര്യം ഈ കേരളത്തിൽ ആദ്യമായിട്ട് വരികയാണ്. അത് നിശ്ചിത പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഇത്ര കണക്ഷൻ കൊടുത്തോ എന്നതാണെങ്കിൽ അതിന് മറുപടിയുണ്ട്. കാരണം കോവിഡ് കാലത്തും പ്രതിസന്ധി ഘട്ടത്തിലാണ് ഈ പദ്ധതി കമ്മീഷൻ ചെയ്ത് അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതല്ലല്ലോ ഇവിടെ ചോദിക്കുന്നത്. അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും വസ്തുത വേണ്ടേ? ഏതെങ്കിലും തരത്തിൽ അതിന് ഡിലേ വന്നത് ചോദിച്ചുകൊണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് അല്ലല്ലോ ചൂണ്ടിക്കാണിക്കുന്നത്. അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ബെഞ്ചിൽ വരുമ്പോൾ ഏതെങ്കിലും വസ്തുതകൾ ചൂണ്ടിക്കാണിക്കണ്ടേ? അതൊന്നും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, നാണം കെട്ട് തിരിച്ചു പോകേണ്ടി വന്ന സാഹചര്യത്തിലും സ്വയം ന്യായീകരിച്ച് തള്ളിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് അഡ്മിറ്റ് ചെയ്തുമില്ല, എതിർഭാഗം നോട്ടീസുമില്ല. ആ റിട്ട് പെറ്റീഷനിലെ പ്രധാന പാരഗ്രാഫ് തിരുത്തി കൊണ്ടുവരാൻ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ആക്ഷേപിച്ച് വിടുന്ന സാഹചര്യമാണ് ഇന്നുണ്ടായത്. അതെല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വികസന പ്രവർത്തനങ്ങളുമായി സഹകരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയങ്ങൾ ഉന്നയിക്കുക. അതുപോലെ ഈ വികസന പ്രവർത്തനങ്ങൾ ഈ നാടിന് വേണ്ടിയിട്ടാണ്, വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്, ഒരു നവകേരള നിർമ്മിതിയിലേക്ക് വേണ്ടിയിട്ടാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. ഡോക്ടർ പ്രേംകുമാർ, ഇപ്പോൾ അരുൺകുമാർ പറഞ്ഞ പോലെ 500-ൽ പരം പേജുകളുള്ള വളരെ വിശദമായിട്ടുള്ളൊരു ഹർജിയാണ് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിലേക്ക് പ്രതിപക്ഷ നേതാവ് ഇതിലൂടെ കൊടുത്തത്. ഇപ്പോൾ പറഞ്ഞപ്പോൾ ഞാനൊന്ന് നോക്കുകയായിരുന്നു, 22 എക്സിബിറ്റ്സ് ആണ്. ആ 22-ൽ തന്നെ 22A ഉണ്ട്, 22B ഉണ്ട്, 22C ഉണ്ട്. ഇത്രയേറെ എക്സിബിറ്റ്സ് ഒക്കെ അവതരിപ്പിച്ച് ഹൈക്കോടതിയിലെ ഏറ്റവും സീനിയർ അഭിഭാഷകനും തന്നെ ഹാജരായി ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതി എന്ന നിലയിൽ അവതരിപ്പിച്ച ഒരു ഹർജിയിൽ സംഭവിച്ചതെന്താണ്? ഇപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും സംസാരത്തിൽ നിന്നും ഞാൻ തുടക്കത്തിൽ സംസാരിച്ചതും ആ ഇടക്കാല ഉത്തരവിൽ 58-ാം പാരഗ്രാഫ് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതും പ്രതിപക്ഷ നേതാവിൻ്റെ മോട്ടീവിനെ സംബന്ധിച്ച് കോടതി സംശയിച്ചതും പരസ്യമായി ഇതെല്ലാം നമ്മുടെ മുമ്പിലേക്ക് ഈ 20 മിനിറ്റ് ചർച്ചയ്ക്കുള്ളിൽ വന്നു. ഇതെല്ലാം കേട്ടപ്പോൾ ഡോക്ടർ പ്രേംകുമാറിന് മനസ്സിലായ കാര്യം എന്താണ്? മറ്റൊന്നുകൂടിയുണ്ട്. ഇനി തിരിച്ചായിരുന്നു എന്നിരിക്കട്ടെ, ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ തിരിച്ചടിക്ക് പകരം തിരിച്ചേതെങ്കിലും തരത്തിലുള്ളൊരു വാക്കാൽ നിരീക്ഷണത്തിൻ്റെ ഷെയ്ഡ് സർക്കാരിനെതിരെ ആകുമായിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ മാധ്യമ ചർച്ചകളുടെ വൈകുന്നേരം എങ്ങനെയാകുമായിരുന്നു എന്നതുകൂടി കൗതുകകരമായി പരിശോധിക്കേണ്ടതാണ്. കൗതുകത്തിനപ്പുറം സീരിയസ് ആയി പരിശോധിക്കേണ്ടത് കൂടിയാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഏതോ ഒരു ചാനൽ കൂടി മാത്രമാണ് ഈ ഗൗരവമായ പ്രശ്നം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് മറ്റൊരാൾക്കും ഇതുവരെ ലഭിക്കാത്ത വിധം എണ്ണിപ്പറഞ്ഞ തിരിച്ചടി ഉണ്ടായിട്ടും ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത് മറ്റാരോ ഏതോ ഒരു ചാനൽ മാത്രമാണ്.
ഇതാണ് ഇതിന്റെ ഒരു പൊതു അന്തരീക്ഷം. ഞാൻ പ്രേംകുമാറിലേക്ക്. ശരത്തെ, അതായത് ഒരാള് നിങ്ങൾ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ട് അതിനെതിരെ ഒരു തിരിച്ചടി ഉണ്ടായാൽ അത് തിരിച്ചടിയാണെന്ന് തിരിയണ്ടേ. സത്യത്തിൽ എനിക്ക് വി ഡി സതീശനോടുള്ള ഇഷ്ടം കൂടുക ചെയ്യുന്നത്. ശരിക്കും വി ഡി സതീശന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത രാഷ്ട്രീയക്കാരെന്നുള്ളതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് പുസ്തകം വായിക്കുകയും വായിച്ച പുസ്തകങ്ങളെ പറ്റി ഒരുപക്ഷെ കേരളത്തിൽ ആർക്കും പറയാൻ പറ്റുന്നതിനേക്കാൾ മനോഹരമായി ഡയലോഗ് അടിക്കുകയും ചെയ്യാൻ പറ്റുന്ന ആളാണ്. വായിച്ച പുസ്തകങ്ങളെ പറ്റി ഇത്രയും ഭംഗിയിൽ ഇത്രയും ആവേശത്തിൽ സംസാരിക്കുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല. ചോദ്യം ചോദിക്കാൻ പത്രക്കാരൊന്നും ഇല്ലെങ്കിൽ ഗംഭീരമായിട്ട് പത്രസമ്മേളനം നടത്തും. നാളെ മുതൽ അടിയാണ്, വീട് കയറി അടിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീരമായിട്ട് പ്രസംഗിക്കുകയും പത്രസമ്മേളനം നടത്തുകയും ചെയ്യും. പക്ഷേ നമ്മൾ വിചാരിച്ചിരുന്ന ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായാൽ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യും, കോൺഗ്രസിനെ രക്ഷിച്ച് കളിയുന്നൊക്കെയായിരുന്നു. രമേശ് ചെന്നിത്തല ഇദ്ദേഹത്തെക്കാൾ 4 ഇരട്ടി നല്ലതായിരുന്നു എന്ന് ഇപ്പം കേരളത്തിലെ കോൺഗ്രസ്സുകാരും സാധാരണക്കാരും പറയുന്നുണ്ട്. പ്രാക്ടിക്കലായിട്ട് പൊളിറ്റിക്സ് ചെയ്യാനോ അല്ലെങ്കിൽ പിണറായി വിജയൻ നയിക്കുന്ന LDF ഗവൺമെന്റിന്, CPM ഗവൺമെന്റിന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ലിമിറ്റേഷൻസ് ഉള്ളപ്പോൾ പോലും അതിനെ പ്രതിരോധിക്കാനോ എക്സ്പോസ് ചെയ്യാനോ ഒരു തരത്തിലും പറ്റാത്ത രീതിയിലേക്ക് ഈ UDF-നെയും കേരളത്തിലെയും കോൺഗ്രസിനെയും ഇവിടെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. ഇന്ന് ജനുവരി 15-ാം തീയതിയാ. കഴിഞ്ഞ മാസം ഇവർ പ്രഖ്യാപിച്ചതനുസരിച്ചിട്ട് നിജേഷ് ഒക്കെ കാസർഗോഡാണ് ഇപ്പൊ ഉണ്ടാവേണ്ടത്. നാളെ രാവിലെ 16-ാം തീയതി കാസർഗോഡ് നിന്ന് സമരാഗ്നി എന്ന് പറഞ്ഞൊരു ജാഥ തുടങ്ങേണ്ടതാണ്. 16-ാം തീയതി തുടങ്ങുന്നു. അത് തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്ക് പിണറായി വിജയൻ രാജിവെച്ചിരിക്കുന്നതാണ് പറഞ്ഞിരുന്നത്. അതിന് തൊട്ട് മുമ്പത്തെ 2-3 ആഴ്ച നമ്മൾ കണ്ട കുറ്റവിചാരണ സദസ്സ് എന്ന് പറഞ്ഞിട്ട് കേരളം മുഴുവൻ നടത്തുന്നു പറഞ്ഞതാണ്. 4-1 ഇടത്ത് പോലും നടന്നിട്ടില്ല. സ്റ്റേജിൽ പോലും ആളുകൾ ഉണ്ടായിരുന്നില്ല. അതായത് ഒരു സർക്കാരിനെതിരെ ഏറ്റവും സജീവമായിട്ട് പ്രതിപക്ഷത്തിന്റെ ധർമ്മം നിർവഹിക്കേണ്ട അവസ്ഥയിൽ അത് ചെയ്യാൻ പറ്റാത്ത ദയനീയമായ അവസ്ഥയിലാണ്. ഇത് ദോഷകരമായിട്ടാണ് സർക്കാരിനെ ബാധിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, മുഖ്യമന്ത്രിയെ ബാധിക്കുക. കാരണം ശക്തമായിട്ടും ക്രിയേറ്റീവായിട്ടും ക്രിയാത്മകമായിട്ടും ഇടപെടുന്ന ഒരു പ്രതിപക്ഷം ഇല്ലാതിരിക്കുകയും ഇമാതിരി ഊളത്തരങ്ങൾ മാത്രം പറയുകയും ചെയ്യുന്ന ഒരു പ്രതിപക്ഷമാകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഭരണപക്ഷത്തിന് പിന്നെയും കുഴപ്പങ്ങളിലേക്ക് ചാടിക്കുകയാണ് ചെയ്യുക. എന്ത് അടിസ്ഥാനത്തിലാണ് ഈ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തെന്നുള്ളത്? 540 പേജ്. എവിടുന്നാണ് ഈ മാതിരി വക്കീലുമാരെ കിട്ടുന്നതെന്നുള്ളത്? ഇവർക്കുള്ളൊരു പരാതി എന്താണെന്ന് വെച്ചാൽ SRIT ഉൾപ്പെട്ട, ബെൽ ഉൾപ്പെട്ട, KSEB ഉൾപ്പെട്ട K-ഫോൺ ടെൻഡർ അത് ക്യാൻസൽ ആക്കണമെന്നും അതിനെതിരെ CBIയുടെ അന്വേഷണം വേണമെന്നുമാണ് ആവശ്യം. 17 റെസ്പോണ്ടൻസ് ആണുള്ളത്, 17 പേരാണുള്ളത്. കോടതി അത് സ്വീകരിച്ചില്ല, അവർക്ക് നോട്ടീസ് കൊടുത്തില്ല എന്ന് മാത്രമല്ല ഇത് തിരുത്തിക്കൊണ്ടുവരാനാണ് പറയുന്നത്. രമേശ് ചെന്നിത്തലയുടെ കാലത്ത് അദ്ദേഹത്തിന് വേണ്ടി അവിടെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നു എന്ന് നമ്മളൊക്കെ പറഞ്ഞിരുന്നു. കേസ് കൊണ്ട് കോടതി പോവും, അപ്പം അത് അങ്ങോട്ട് തള്ളും. പത്രസമ്മേളനത്തില് രമേശ് ചെന്നിത്തല ആരോപണങ്ങൾ ഉന്നയിക്കുമായിരുന്നു. എന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ ചെന്നിത്തല പറയും നിങ്ങളുടെ പത്രത്തിൽ ഇന്നലെ കണ്ടതാണെന്ന്. അത്രയെങ്കിലും പറയായിരുന്നു. വി ഡി സതീശൻ, അതായത് ഈ ടെൻഡറിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവ് വി ഡി സതീശൻ പറയുന്നത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിവരം എന്റെ കയ്യിൽ ഉണ്ട് എന്നാണ്. പക്ഷെ ഞാൻ ഇപ്പൊ പറയില്ല, അത് ഗവൺമെന്റ് ടേബിൾ ചെയ്തിട്ടില്ല എന്ന്. ഇദ്ദേഹം വക്കീലാണെന്നാ പറയണത്. അതായത് പുറത്തു വന്നിട്ടില്ലാത്തൊരു ഡോക്യുമെന്റ്, പുറത്തു വന്നിട്ടില്ലാത്തൊരു തെളിവ് വരും എന്നും പറഞ്ഞിട്ട് കോടതിയിൽ പോവുകയാണ്. മീശമാധവനിലെ സലീം കുമാറിന്റെ കഥാപാത്രത്തെ പോലും തമാശയാക്കുന്ന രീതിയിലുള്ള സാധനമാണ് ചെയ്യുന്നത്. 2017 ടെൻഡർ നടപടികൾ, 19 അവാർഡ് ചെയ്യുന്നു, 2023 ഇനോഗ്രേറ്റ് ചെയ്യുന്നു, 24 ഇത് വർഷം K-ഫോൺ കണക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വിചാരിച്ച വേഗതയിൽ ഈ പ്രോസസ്സ് പൂർത്തിയായിട്ടില്ല എന്നുള്ള സത്യമാണ്. അതിനിടയിൽ 3 വർഷത്തോളം 2-2.5 വർഷം കോവിഡും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഒരു ഹൈക്കോടതിയിലേക്ക് ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ള, അതായത് മുഖ്യമന്ത്രിയുടെ തൊട്ട് താഴെ പ്രോട്ടോകോളിൽ നിൽക്കുന്ന 10-30 സ്റ്റാഫുള്ള ഒരാൾ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പം കാണിക്കേണ്ടുന്ന അവധാനത, മിനിമം അവധാനതയെങ്കിലും. ഇത് കോടതി വ്യവഹാരങ്ങളെ പറ്റി നാട്ടുകാരുടെ മനസ്സിലുണ്ടാക്കുന്ന അവസ്ഥ എന്താണ്? രാഷ്ട്രീയക്കാരെ പറ്റി മൊത്തത്തിൽ ഉണ്ടാക്കുന്ന, ആളുകളിൽ ഉണ്ടാക്കുന്ന അവമതിപ്പ് എന്താണ്? കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന അവമതിപ്പ് എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ കോൺഗ്രസിനുള്ള വലിയൊരു പ്രശ്നം ഒന്നും ആലോചിക്കാതെ കാര്യങ്ങൾ വിളിച്ചു പറയാന്നുള്ളതാണ്. നമ്മൾ കണ്ടതാ 1.5 മാസക്കാലം ബസ്സിൽ മുഖ്യമന്ത്രി പോകുന്നു എന്നുള്ളതായിരുന്നു ഇവരുടെ പരാതിയെ. ആഡംബര ബസ്സിൽ പോകുന്നു എന്നുള്ളതായിരുന്നു. കേരളത്തിൽ ഓടിയ ബസ്സിനേക്കാൾ എത്രയോ ആഡംബരമുള്ള, ബസ്സിന്റെ മുകളിലേക്ക് ലിഫ്റ്റുള്ള, അതിനുള്ളിൽ ശരിക്കും കോൺഫറൻസ് റൂമുള്ള വോൾവോയുടെ ബസ്സിൽ രാഹുൽ ഗാന്ധി യാത്ര നടത്തുന്നു. നല്ല കാര്യമാണ്. രാഹുൽ ഗാന്ധി മണിപ്പൂർ മുതൽ ഇങ്ങ് മുംബൈ വരെ യാത്ര നടത്തട്ടെ, ആളുകളോട് സംവദിക്കട്ടെ. ഒരു 10-20 വാഹനങ്ങളിൽ പോകുന്നതിനേക്കാൾ നല്ലത് ബസ്സിൽ പോകുന്നതാണ്. അതിനകത്തിരുന്ന് രാഹുൽ ഗാന്ധി ആളുകളുമായിട്ട് ചർച്ച നടത്തട്ടെ, അപ്പോഴും യാത്ര തുടരട്ടെ. പക്ഷെ ഈ കാര്യത്തെ
കാണാൻ കഴിയാതെ ഏറ്റവും ചുരുങ്ങിയത് രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു ബസ് തയ്യാറാവുന്നുണ്ട് എന്നുള്ള വിവരം പോലും കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ സത്യം പറഞ്ഞാൽ ഇനിയിപ്പോ കോൺഗ്രസ്സുകാരെ പറ്റി ഇങ്ങനെ വിമർശിക്കാനോ തമാശയാക്കാനോ നമുക്ക് സങ്കടമാകും. കാരണം കനകോല് പോലും ഇട്ടേച്ച് പോയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇവർ. കനകോല് പോലും ഇട്ടേച്ച് പോയിരിക്കുന്ന അവസ്ഥയിലാണ് ഇവരുടെ. കനകോല് പോയി എന്നല്ലേ വാർത്ത പറയുന്നത്. മാത്രമല്ല അദ്ദേഹം പ്രൊഫഷണൽ ആള് മാത്രമല്ല, ഇവരുടെ ഹൈ പവർ കമ്മിറ്റിയിലുള്ള ആളായിരുന്നു. വി ഡി സതീശൻ അന്ന് അങ്ങനെയാണ് പറഞ്ഞത്, മുഖ്യമന്ത്രിയെ പ്രസംഗം പഠിപ്പിക്കാൻ, പിണറായി വിജയനെ പ്രസംഗം പഠിപ്പിക്കാൻ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇദ്ദേഹം പ്രസംഗം പഠിപ്പിക്കാൻ വന്നാൽ ഞങ്ങളുടെ ഹൈ പവർ കമ്മിറ്റിയിലാണ് എന്ന്. മാതൃഭൂമിയിലൊക്കെ എല്ലാത്തിനും വാർത്ത വന്നിട്ടുണ്ട്, കനകോല് ഇട്ടേച്ച് പോയിന്ന്. കനകോല് പോലും ഇട്ടേച്ച് പോയ പാർട്ടിയാണിത്. ഒരു നേതാവ് ജയിലിൽ കിടക്കുമ്പോൾ മറ്റാള് നാച്ചുറൽ വൈബ്സ് എന്ന് പറഞ്ഞ് ഫോട്ടോ ഇട്ട് അർമാദിക്കുന്ന പാർട്ടിയാണ്. സത്യം പറഞ്ഞാല് കോൺഗ്രസിനെ തമാശയാക്കാൻ പോലും വിഷമമുള്ള കൂട്ടത്തിലാണ് ഞാൻ. കാരണം പേരിനെങ്കിലും ഒരു പ്രതിപക്ഷം കേരളത്തിൽ വേണ്ടതാണ്. ഇടപെടുകയാണ് ഡോക്ടർ പ്രേംകുമാറിന്റെ ആത്മാർത്ഥമായ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ വരാം താങ്കളിലേക്ക്. ഇവിടെ ശ്രീ നിജേഷ്, ഇപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ ഏത് രാഷ്ട്രീയ വിശദീകരണം നടത്തിയാലും കോടതിയിൽ, കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ വലിയ പ്രതീക്ഷയോടുകൂടി കോൺഗ്രസിനകത്ത് വളരെ നിരന്തരമായി നിയമോപദേശം നൽകുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെ നിയമപരമായി ചോദ്യം ചെയ്യാൻ സർക്കാരിനെതിരെ നീങ്ങുന്ന ഒരു നിത്യ സംവിധാനമാണ്. അത് ആ ലോകായുക്ത കേസ് മുതൽ കാണാം. ആ ലോകായുക്ത കേസ് മുതൽ ഇങ്ങോട്ടുള്ള ഏത് കേസിലും, ഇപ്പോൾ ക്യാമറ കേസിലൊക്കെ പോയിട്ടും ഒരടിയന്തര ഇടപെടലും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ആ ഒരു തരത്തിലുള്ള നേട്ടവും അതിലൊന്നും നേടിയെടുക്കാൻ കഴിയാതെ, പക്ഷേ ഒരു നിരന്തരമായിട്ടുള്ള ഒരു ലീഗൽ സംവിധാനം നിങ്ങളുടെ പാർട്ടിക്കകത്തുണ്ട്. ആ സംവിധാനം തന്നെയാണ് ഈ കേസ് നടത്തിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഞാൻ പറയുന്നത് ഒരു ചർച്ചയുടെ ഭാഗമായി ഉചിതമല്ല എന്നുള്ളതുകൊണ്ട്. കാരണം അതൊക്കെ നമുക്ക് ഈ ഡോക്യുമെൻ്റ് കണ്ടാൽ മനസ്സിലാകും. എന്നിട്ട് എന്താ നേടിയത്? പ്രതിപക്ഷ നേതാവിനെ ഏറ്റവും മാരകമായ ഒരു പ്രഹരം സംഭാവന ചെയ്തു. എന്തൊക്കെ കാര്യങ്ങളാണ് ഫയലിലില്ല. നേരത്തെ പറഞ്ഞത്, അരുൺ പറഞ്ഞത് കേട്ടില്ലേ? ഫയലിലില്ല, ഹർജി ഫയലിൽ പോലും എടുത്തില്ല. മാത്രമല്ല 58ാമത്തെ പാരഗ്രാഫ് ഒഴിവാക്കി കറക്റ്റ് ചെയ്ത് വരാനാണ് കോടതി പറയുന്നത്. ആ നിലയിൽ പ്രതിപക്ഷ നേതാവിനോടുള്ള അതൃപ്തി കൃത്യവും വ്യക്തവും ശക്തവുമായി കോടതി അവതരിപ്പിച്ചു വെക്കുന്നു. ഇത് മാരകമായ അപമാനമല്ലെങ്കിൽ പിന്നെ എന്ത്? മറ്റൊരാൾക്കും ലഭിക്കാത്ത, നേരിടേണ്ടി വരാത്ത പ്രഹരം ഇതിലുണ്ട്. നിജേഷിലെ പ്രശ്നം, അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, കോൺഗ്രസ് നേതാവെന്ന നിലയിലല്ലല്ലോ, ക്യാബിനറ്റ് റാങ്കിലുള്ളയാളാണ്. കോടതിയുടെ അതൃപ്തിയും ശക്തമായ വിയോജിപ്പും വിമർശനവും നേരിട്ടയാൾ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഹർജിയിൽ 58ാം പാരഗ്രാഫ് നീക്കം ചെയ്യണമെന്ന് വരെ പറഞ്ഞു ശക്തമായി. അങ്ങനെ ഒരു ഘട്ടത്തിൽ അതൊരു ധാർമ്മികമായ, ആ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അദ്ദേഹം ആ പദവി ഒഴിയണമെന്ന് പോലും കോൺഗ്രസിനകത്ത് പറയാൻ കഴിയുന്നൊരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രീയമായി കൂടി. നിജേഷ്, സ്വപ്നങ്ങൾ കാണുകയും സ്വപ്നങ്ങളെ പറയുകയും അത് ആവർത്തിച്ച് പറയുകയും അതിൽ നിന്ന് കിട്ടുന്ന ആത്മരതിയും സന്തോഷവും 3 പേർക്കും പങ്കുവെക്കുന്നതും. നിജേഷ്, ഞാൻ അങ്ങനെ ഒരു സ്വപ്നം പോലും കാണുന്നയാളല്ല. പക്ഷേ ഒരു കോടതിയുടെ ഇടപെടലിന്റെ പശ്ചാത്തലത്തിലുള്ള നിരീക്ഷണമാണ് ഞാൻ പറഞ്ഞത്. അതിന് ആ സ്പേസ് തന്നാൽ മതി. അങ്ങനെ സ്വപ്നം കാണാൻ പോലും പറ്റാത്ത കാര്യമാണ്. യെസ്, അല്ല നമ്മള് ഞാനൊന്ന് പറഞ്ഞു തുടങ്ങിയാൽ അതൊന്ന് അനുവദിച്ചാൽ നല്ലതായിരുന്നു. നിങ്ങളെ സമയം എടുത്തോളൂ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ ആത്മരതി, കേരളത്തിലെ അനവധി പദ്ധതികൾ, നിരവധി അരുൺകുമാർ നിരവധി പദ്ധതികളല്ല, അരുൺകുമാർ ആണല്ലോ പറഞ്ഞത്, അനവധി പ്രദമായ പദ്ധതികൾ. അരുൺകുമാർ ഒന്ന് നാട്ടിൽ ഇറങ്ങി നോക്കണം, എവിടെയാണ് സർക്കാരിന്റെ പദ്ധതി. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, കോവിഡിനെ കുറ്റപ്പിടിക്കേണ്ട ഡോക്ടർ പ്രേംകുമാർ, കോവിഡിനെ പിടിക്കേണ്ട 20 ലക്ഷം ആളുകൾക്ക് കണക്ഷൻ കൊടുക്കും എന്ന് പറഞ്ഞ് 1000 കോടി രൂപയുടെ പദ്ധതി, അത് 1500 കോടി രൂപയിലേക്ക് ഉയർത്തിയിട്ട് എത്ര പേർക്ക് കൊടുത്തു? ഇതാണ് ചോദ്യം. ഒരു നിയോജക മണ്ഡലത്തിൽ 100 പേർക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഒരു നിയോജക മണ്ഡലത്തിൽ എത്ര പേരുണ്ട്? അവിടെ ഒരു പദ്ധതിയെ, ആ പദ്ധതി ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. ഇന്നത്തെ അവസ്ഥയിൽ ആ പദ്ധതി വിജയം കണ്ടിട്ടില്ല. വിജയം കാണാത്ത പദ്ധതിയാണ് ഞങ്ങൾ വിമർശിച്ചത്. അത് പൊതുവായി വിമർശിച്ചിട്ടുണ്ട്, പൊതു സമൂഹത്തിൽ വിമർശിച്ചിട്ടുണ്ട്, കോടതിയിലും പോയിട്ടുണ്ട്. ഇനി കോടതി അത് തള്ളുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് അടുത്ത കോടതിയിൽ പോകും. ഞങ്ങളെ ബോധ്യം, ഞങ്ങളുടെ ശരി, പ്രതിപക്ഷ നേതാവ് പുസ്തകം വായിക്കലുണ്ട്, അതുകൊണ്ട് അദ്ദേഹം പറയലുണ്ട്, അദ്ദേഹത്തിനെ വിമർശിക്കൽ, ഇതൊക്കെ നിങ്ങൾക്ക് ആവാം. പക്ഷെ കേരളത്തിലെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പൊതുജനങ്ങളുടെ വികാരം അതൊന്ന് മനസ്സിലാക്കണം. അല്ല ആക്ഷേപിക്കാനും അപമാനിക്കാനും ഒരു ചാനൽ ചർച്ച കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയും പറയാം. എനിക്ക് ഡോക്ടർ പ്രേംകുമാറിനെ പറ്റി പറയാം, പ്രേംകുമാറിനെ എന്നെ പറ്റി പറയാം. സമരാഗ്നി ഇല്ലാതായി പോയി, കനകോൽ ഇട്ടേച്ചു പോയി. ഇതൊക്കെ നിങ്ങളുടെ സ്വപ്നമോ എവിടുന്നോ കിട്ടുന്ന വാർത്തയുമാണ്. ആ വാർത്തയ്ക്ക് അപ്പുറത്തേക്ക് കോൺഗ്രസ് ഇന്ന് പ്രതിപക്ഷം എന്ന നിലയ്ക്ക് നടത്തുന്ന സമരങ്ങളെ പറ്റി ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്, ധാരണയുണ്ട്. ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമരത്തെ ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്, ജനങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ട്. അതിന്റെ അവസ്ഥ മനസ്സിലാകുന്നത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ബൈ ഇലക്ഷൻ വന്നപ്പോൾ CPM-ന്റെ കയ്യിലുള്ള സീറ്റുകൾ കോൺഗ്രസ് വിടുന്നു. അതാണല്ലോ നമുക്ക് പലപ്പോഴും സൂചകം. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് നോക്കാം, കനകോൽ ഇട്ടേച്ചു പോയ സഹതാപമുള്ള ദയനീയമായ കോൺഗ്രസ് എങ്ങനെ നോക്കും എന്നറിയാം.
പിന്നെ നവകേരള ബസ്സും രാഹുൽ ഗാന്ധിയുടെ ബസ്സും തമ്മിലുള്ള കമ്പാരിസൺ ഞങ്ങൾ വിമർശിച്ചിരിക്കുന്നത് കുത്തഴിഞ്ഞു കിടക്കുന്ന അങ്ങേയറ്റം പ്രയാസപ്പെട്ടു നിൽക്കുന്ന കേരളത്തിനകത്ത് ദൂർത്തിന്റെ പര്യായമായിക്കൊണ്ട് ഒരു ഭരണ സംവിധാനത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് മന്ത്രിമാർ നടത്തിയ യാത്രയാണ് ഞങ്ങൾ എതിർത്തത്. രാഹുൽ ഗാന്ധി നടത്തുന്ന യാത്രയും പിണറായി വിജയൻ നടത്തിയ യാത്രയും തമ്മിൽ കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞത് ശരിയാണ് എന്ന ബോധ്യം തന്നെ ഞങ്ങൾക്കുള്ളത്, ഇപ്പോഴും ഉള്ളത്. ആ യാത്രയുടെ ലക്ഷ്യം എന്ത് ഞങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. ആ യാത്രയുടെ ലക്ഷ്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മതി, അല്ലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. എന്തായിരുന്നു ആ യാത്രയുടെ ലക്ഷ്യം? ഞങ്ങൾക്ക് മനസ്സിലായി. ശൈലജ ടീച്ചർക്കും തോമസ് ചാഴിക്കാടനും മനസ്സിലാവാത്ത യാത്രാ ലക്ഷ്യം പ്രേംകുമാറിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് വിശദീകരിക്കാം. വെറുതെ രാഹുൽ ഗാന്ധിനെ കനകൂരിലൊന്നും ഇതിലേക്ക് കൂട്ടിക്കുഴച്ച് കൊണ്ടുവരേണ്ടതില്ല. വിശദീകരിച്ച് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ വിശദീകരിക്കാം. കേരളത്തിന്റെ ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവ് എന്ന ലേബൽ നിങ്ങൾ കൊടുത്തോ? രമേശ് ചെന്നിത്തല, ഒരാൾ പറഞ്ഞു രമേശ് ചെന്നിത്തലയേക്കാൾ മോശം, മറ്റൊരാൾ പറഞ്ഞു രണ്ടും ഒരു കണക്കാണ് എന്ന്. അപ്പൊ നിങ്ങൾക്കുള്ള ഏകദേശം ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്കറിയാം. നിങ്ങളോട് പറഞ്ഞ സ്പ്രിംഗ്ലർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിതീഷ് ലൈനിൽ നിങ്ങൾ സൂമിലാണുള്ളത്, നെറ്റ് വീക്കായെന്ന് തോന്നുന്നു. കെ ഫോൺ വന്നാൽ ശരിയാവും. ഹൈ സ്പീഡ് നെറ്റ് നമുക്ക് എല്ലാവർക്കും ആർക്ക് കിട്ടും? ഇപ്പൊ കിട്ടിയോ? ആയില്ലല്ലോ. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തി. ഞാൻ ചോദിക്കുന്നത് ലക്ഷ്യം 20 കേരളത്തിൽ എത്ര ഇത് ഹൈക്കോടതി ചോദിച്ചു. നിതീഷ്, ഈ രാഷ്ട്രീയ പ്രസംഗമൊക്കെ നടത്തുമ്പോ കോടതിയിലുണ്ടായ തിരിച്ചടി കോടതി ചോദിച്ചല്ലോ. കോടതി പറഞ്ഞല്ലോ കെ ഫോൺ പദ്ധതിയുടെ ഗുണം ഉപഭോക്താക്കളിലേക്ക് എത്തിത്തുടങ്ങിയല്ലോ. ഇത് ഹർജിക്കാരനായ പ്രതിപക്ഷ നേതാവിനെ ഓർമ്മിപ്പിച്ചത് ഈ ചാനൽ ചർച്ചയിൽ ഇരിക്കുന്ന പ്രേംകുമാറോ അരുൺകുമാറോ അല്ല, കേരള ഹൈക്കോടതിയുടെ ബഹുമാന്യനായിട്ടുള്ള ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ചാണ് ഓർമ്മിപ്പിച്ചത്. ഒന്നൊന്ന് കറക്റ്റ് ചെയ്യാം. കേൾക്കാനാവുന്നില്ല, അതുകൊണ്ടാണ് നിജേഷ് ആവേശഭരിതനായി പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേൾക്കാനാവുന്നില്ല. ഞങ്ങൾ രാഷ്ട്രീയ ചോദിക്കും, നിങ്ങൾ ബോധ്യപ്പെടുത്തു. 20 ലക്ഷം കിട്ടിയോ? 20 ലക്ഷത്തിലെത്തിയോ? 5% പോലും കൊടുത്തില്ല. ഓക്കെ, അതാണോ നിങ്ങളുടെ പ്രശ്നം? അരുൺ, ഇതിലെ പ്രശ്നം എന്താണ്? ഇപ്പൊ നിജേഷ് ചർച്ചയ്ക്കെടുക്കുന്നത് പറയുന്നത് ഈ ഡിജിറ്റൽ ഡിവൈഡ്, രാജ്യത്തെ സർക്കാരിന്റെ കാഴ്ചപ്പാടാണ് ഡിജിറ്റൽ ഡിവൈഡ്. ആ ഡിജിറ്റൽ ഡിവൈഡ് ഒഴിവാക്കി രാജ്യത്ത് ആദ്യമായി, ലോകത്ത് തന്നെ ആദ്യ പദ്ധതിയായി ഇത് വരുന്നു എന്ന് വെച്ചാൽ വളരെ ശക്തമായിട്ടുള്ള നെറ്റ് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഏതാണ്ടൊരു 30,000 കിലോമീറ്റർ കേബിൾ വലിക്കുന്ന വിധത്തിലുള്ളൊരു ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് സംവിധാനമാണ്. നിജേഷ്, ആ നിലയിലൊരു പദ്ധതി എവിടെത്തി എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഈ ഹർജിയിലൂടെ കോടതിക്ക് മുമ്പിൽ വാദിക്കാൻ ശ്രമിച്ചത് നിജേഷ് പറഞ്ഞ തരത്തിലാണോ? എവിടെയാണ് ഈ ചർച്ചയുടെ ഭാഗമായി നിജേഷ് മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ പ്രശ്നമായി താങ്കൾക്ക് തോന്നുന്നത്? അതിലെ പ്രശ്നങ്ങൾ എന്താണ്? രണ്ടാമത്തെ കാര്യം, ഇതൊരു തിരിച്ചടിയാണെന്ന് പറഞ്ഞല്ലോ. ആ തിരിച്ചടി നേരിട്ട പ്രതിപക്ഷ നേതാവിന് ധാർമ്മികമായ പദവിയിൽ തുടരാൻ അർഹതയുണ്ടോ? ആ തീരുമാനമെടുക്കേണ്ടത് ആ രാഷ്ട്രീയ മുന്നണിയാണ്, അല്ലെങ്കിൽ ആ പാർട്ടിയാണ്. പക്ഷേ ധാർമ്മികമായി വി ഡി സതീശന് ആ പദവിയിൽ തുടരാൻ അർഹത നഷ്ടപ്പെട്ടോ? രണ്ട് കാര്യങ്ങളുണ്ട്. മിസ്റ്റർ ശരത്, ഇതിൽ രണ്ടും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ഒന്ന്, കോൺഗ്രസിന്റെ പ്രതിനിധി നിജേഷ് പറഞ്ഞത് പ്രഖ്യാപിച്ച അത്ര എണ്ണം കണക്ഷൻ കൊടുത്തില്ല, നിങ്ങൾ സമയബന്ധിതമായി അത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ശരിക്കും കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലും ഇത് എത്തേണ്ട സമയം ആയില്ലേ എന്നതാണ്. അതൊരു പോസിറ്റീവ് കാര്യമാണ്. കാരണം നമ്മൾ തീരുമാനിച്ചതുപോലെ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ്. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളും അതുപോലെ കോവിഡ് 1ാം ഘട്ടം 2ാം ഘട്ടം 3ാം ഘട്ടം പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധി എല്ലാം അതിലൊരു ഘടകമാണ്. എന്നാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തതിൽ ഒന്നാമത്തെ പ്രയർ ഇതിന്റെ സാങ്ഷൻ ഓർഡർ തന്നെ റദ്ദാക്കണം എന്നതാണ്. അതായത് എക്സിബിറ്റ് P7 ആയിട്ടുള്ള സാങ്ഷൻ ഓർഡർ ക്വാഷ് ചെയ്യണം. അതായത് ഈ പദ്ധതി എന്നേക്കുമായി അവസാനിപ്പിക്കണം എന്നതാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പദ്ധതി പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നു എന്നേക്കുമായി അവസാനിപ്പിക്കണം. ഈ പദ്ധതി ആരംഭിക്കാനായി 2019 കൊടുത്ത സാങ്ഷൻ ഓർഡർ റദ്ദ് ചെയ്യണം എന്നതാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി ചിലരോടെ പോസിറ്റീവായിട്ട് പറഞ്ഞു, അത് നിങ്ങൾ നിശ്ചയിച്ച എണ്ണം, പ്രഖ്യാപിച്ച എണ്ണത്തിലേക്ക് വന്നിട്ടില്ല എന്ന രൂപത്തിൽ പറയുകയാണ്. ഇതിൽ ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു കാര്യം വിരോധാഭാസം എന്ന് പറയാം. പിന്നെ രണ്ടാമത്തെ പ്രയർ ഈ പദ്ധതിയെക്കുറിച്ച് CBIയെ കൊണ്ട് അന്വേഷിക്കണം എന്നതാണ്. ആരാ CBI? കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു, വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ മാത്രം നേരിട്ടാൽ പോരാ, EDയെ നേരിടണം, NIA നേരിടണം, CBIയെ നേരിടണം, കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ നേരിടണം എന്ന് പറഞ്ഞ് ആ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസ് എവിടെ? വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് ആ CBIയെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കൃത്യമായി ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നതാണ് രണ്ടാമത്തെ പ്രയർ. ഇഷ്യൂ എ റിട്ട് ഓഫ് മാൻഡമസ് ഡയറക്ടിംഗ് ദി 16th and 17th റെസ്പോണ്ടന്റ്. അത് രണ്ടും CBI ആണ്. ടു
ഇനീഷ്യേറ്റ് ആൻഡ് എൻക്വയറി ഇൻ ടു ദി K-Phone പ്രോജക്ട് എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒന്നാമത് ഈ പദ്ധതി ക്വാഷ് ചെയ്യണം, അതായത് ഈ പദ്ധതി തന്നെ സാങ്ഷൻ ഓർഡർ കൊടുത്തത് റദ്ദാക്കി എന്നേക്കുമായി കേരളത്തിൽ ഈ പദ്ധതി അവസാനിപ്പിക്കണം. രണ്ടാമത് ഈ പദ്ധതിയെക്കുറിച്ച് വിശദമായി CBIയെ കൊണ്ടുവന്ന് അന്വേഷണം നടത്തിക്കണം എന്ന രണ്ട് ആവശ്യമാണ്. അതും ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുന്നതാണോ? ഇത് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഏതെല്ലാം വികസന പ്രവർത്തനം ഈ കേരളത്തിൽ വന്നിട്ടുണ്ടോ അതിനെയെല്ലാം എതിർക്കുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ഡ്യൂട്ടി എന്ന രൂപത്തിൽ നിശ്ചിതമായി എതിർക്കുക മാത്രമല്ല ആ പദ്ധതി തകർക്കാൻ നോക്കുകയാണ്. ഇപ്പൊ ലൈഫ് പദ്ധതി നമുക്കറിയാം, വടക്കാഞ്ചേരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ പാവങ്ങൾക്ക് വീട് കിട്ടുന്ന പദ്ധതിയാണ്. ആ പദ്ധതി കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ കൊണ്ടുവന്നും നിയമ പോരാട്ടം നടത്തി തടസ്സപ്പെടുത്തിയും നാം കണ്ടില്ലേ. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അടച്ചുറപ്പുള്ള വീട് കിട്ടുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി ഈ കേരളം മാറിയെന്ന് അമേരിക്കയിലെ ഏറ്റവും വലിയ പത്രമായ വാഷിംഗ്ടൺ പോസ്റ്റാണ് റിപ്പോർട്ട് ചെയ്തത്. ആ പട്ടിണിപ്പാവങ്ങൾക്ക് കിട്ടുന്ന സാധാരണ ഒരു വീട്, അടച്ചുറപ്പുള്ള വീട്, അത് എന്നത്തേക്കുമായി അവസാനിപ്പിക്കുകയാണ്. പെൻഷനെതിരെ എത്രയോ നുണ പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. 18 മാസം പെൻഷൻ കൊടുക്കാതെ ഭരണത്തിൽ നിന്ന് പോയ UDF ആണ് 3-4 മാസം കുടിശ്ശിക വരുമ്പോഴേക്കും അതിനെതിരെ വലിയ തരത്തിലുള്ള നുണപ്രചരണവുമായി ഇറങ്ങിത്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആദ്യം സൂചിപ്പിച്ചതുപോലെ AI ക്യാമറയുടെ അവസ്ഥയിലും ഇതാണ് ഉണ്ടായത്. തമിഴ്നാട്ടിൽ നിന്നെല്ലാം പഠിക്കാൻ ഇങ്ങ് വരിക, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് AI ക്യാമറയെ കുറിച്ച് പഠിക്കാൻ കേരളത്തിലേക്ക് വന്ന് പഠിച്ച് തിരിച്ചു പോകുന്നു. അന്നേരം ഹൈക്കോടതിയിൽ കൊണ്ടുപോയി ഒരു റിട്ട് പെറ്റീഷൻ. ഏത് 1 രൂപ പോലും ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്ന് മുടക്കം വന്നില്ല. വരാൻ പോകുന്ന കളക്ട് ചെയ്ത് കിട്ടുന്ന തുകയിൽ നിന്നാണ് അതിന്റെ മുടക്കുമുതൽ കൊടുക്കേണ്ടത്. അവിടെയാണ് പറഞ്ഞത് ഈ രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിങ്ങളൊരു അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ ഹൈക്കോടതി പറയുന്ന സാഹചര്യം ഉണ്ടായത്. ജലമെട്രോയിൽ 6 മാസം കൊണ്ട് 10 ലക്ഷം പേരാ യാത്ര ചെയ്തത്. 10 ലക്ഷം പേര് ഇപ്പൊ 8 മാസം കൊണ്ട് 14 ലക്ഷം പേരായി. മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത വികസന പ്രവർത്തനങ്ങളല്ലേ. അപ്പൊ അതുകൊണ്ട് പ്രതിപക്ഷം ഈ ഗവൺമെന്റിന്റെ വികസന അജണ്ടകളെ തകർക്കാൻ, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ. അരുൺ, നിജേഷ് പറഞ്ഞത് അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞത് നാട്ടിലൊന്നും നടക്കുന്നില്ല, നിങ്ങൾ നാട്ടിലിറങ്ങി നോക്കണം. ആ യാത്ര എന്തിനാണ് നടത്തിയത് ഞങ്ങൾക്കാർക്കും മനസ്സിലായിട്ടില്ല, ഷൈല ടീച്ചർക്ക് മനസ്സിലായിട്ടില്ല, പിന്നെ വേറെ ആർക്കും മനസ്സിലായിട്ടില്ല എന്നൊക്കെ തരത്തിലാണ് അദ്ദേഹം അതിനെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അദ്ദേഹം അത് അവതരിപ്പിച്ചല്ലോ. അല്ല, നിജേഷ് അരവിന്ദ് അങ്ങനെ പലതും സൂചിപ്പിക്കും. ഇപ്പോൾ ഞാൻ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ജലമെട്രോയിൽ ഒരു ടിക്കറ്റ് കിട്ടണമെങ്കിൽ കാത്തിരിക്കണം. കാരണം ജലമെട്രോയിൽ 6 മാസം കൊണ്ട് 10 ലക്ഷം പേർ യാത്ര ചെയ്തു എന്ന് പറയുമ്പോൾ ആ പദ്ധതിയുടെ 4/1 ഇപ്പോൾ കമ്മീഷൻ ചെയ്തിട്ടുള്ളൂ. കൊച്ചിയിലെ 10 ദ്വീപുകളെ കൂട്ടിയോജിപ്പിക്കുന്ന ഇത്ര മനോഹരമായിട്ടുള്ള പദ്ധതി പൂർത്തീകരിച്ചാൽ ടൂറിസം ഭൂപടത്തിൽ ഈ കേരളം ഒന്നാമതാകുമെന്നതിൽ യാതൊരു സംശയമില്ല. ഇന്ത്യയിൽ ഈ തവണ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്കാണ്. നിജേഷിനെ ഞാൻ ചെല്ലാനത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓരോ മഴക്കാലത്തും മുഴുവൻ വീടുകളിലും കടൽ വെള്ളം അടിച്ചു കയറി അവരുടെ എല്ലാം നഷ്ടപ്പെടുന്ന ചെല്ലാന നിവാസികൾ പറയും ടെട്രോപ്പാഡ് വികസനത്തെക്കുറിച്ചും അവിടെ ഉണ്ടായ മാറ്റത്തെക്കുറിച്ചുമെല്ലാം അവർ ചൂണ്ടിക്കാണിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം ജലപാതയുടെ പണി അവസാന ഘട്ടത്തിലാണ്. ആ ദേശീയപാത ഒന്ന് നോക്കി. ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾക്ക് വേണ്ടി പരസ്പരം വാദിക്കുന്ന മനോരമയടക്കം സൂചിപ്പിച്ചിട്ടുണ്ട് 5580 കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് എടുത്തു കൊടുത്തിട്ടാണ് ഇന്ത്യയിൽ ഏക സംസ്ഥാനം 25% പണം കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ചത്. ഒന്ന് കാസർഗോഡ് സൈഡിലേക്കും ഒന്ന് ആലപ്പുഴ കൊല്ലം വഴി എങ്ങ് പോയാൽ നമുക്ക് കാണാൻ കഴിയും ദേശീയപാതയുടെ വികസനം. 6 വരിപ്പാത എത്ര യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പുരോഗമിക്കുന്നതെന്ന്. നിങ്ങളുടെ കാലത്ത് ദേശീയപാത കേരളത്തിൽ നടപ്പില്ല, ഒരിക്കലും ഭൂമി ഏറ്റെടുക്കലും സാധിക്കില്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച പദ്ധതിയാണ്. ദേശീയപാത അതോറിറ്റി പൂട്ടും താക്കോലും പിടിച്ചുകൊണ്ട് ഇവിടുന്ന് തിരിച്ചു പോയതാണ്. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഉപേക്ഷിച്ചു പോയതാണ്. ഇവരെല്ലാം തിരിച്ചു കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായി നടത്തി മുന്നേറുമ്പോൾ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിജേഷെ ഒന്ന് നാട്ടിലൊക്കെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ദേശീയപാതയുടെ രാത്രിയും പകലും നിന്നുള്ള പണി. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നവകേരള നിർമ്മിതിയിലേക്ക് ലോകത്തെ എല്ലാ വികസിത രാജ്യങ്ങൾക്കും ഒരു പടിയോടെ മുന്നിലേക്ക് ഈ കേരളത്തെ കുതിപ്പ് ഊട്ടിയുറപ്പിക്കുന്ന പദ്ധതികളുമായി കേരളം മുന്നോട്ട് പോവുകയാണ്. നിങ്ങളിങ്ങനെ നുണ പ്രചരിപ്പിച്ച് പെറ്റീഷൻ കൊടുത്ത് നല്ല അടിയും തിരിച്ചടിയൊക്കെ വാങ്ങിച്ച് അങ്ങ് പോയിക്കോട്ടെ. ഒന്നോ രണ്ടോ വാചകത്തിൽ മാത്രം ഒരു മറുപടി അരുണിലേക്ക്, അതിനുശേഷം പ്രേംകുമാറിലേക്ക്, പിന്നീട് നിജേഷിലേക്കുമാണ് വരാൻ പോകുന്നത്. അതായത് അരുൺ, ഇപ്പോൾ ഒറ്റ മുഖ്യമന്ത്രിയാണ് 2 ഭരണത്തിലും, അത് പിണറായി വിജയനാണ്. പക്ഷേ 2 പ്രതിപക്ഷ നേതാക്കൾ വന്നു. ഒന്ന് രമേശ് ചെന്നിത്തല, ഇപ്പോൾ VD സതീശൻ. രമേശ് ചെന്നിത്തലയുടെ കാലത്ത് തുടങ്ങി VD സതീശനിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർ രണ്ടുപേരും ഇനിഷ്യേറ്റീവ് എടുത്ത നിയമപരമായി കോടതിയിൽ സർക്കാരിനെ നേരിടുന്ന ഒരു പ്രക്രിയയുണ്ടല്ലോ. ഇതിലേതിലെങ്കിലും ഒരെണ്ണത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സർക്കാരിന് വെല്ലുവിളിയായ ഒരു സാഹചര്യം ഇരുവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കേസിൽ അത്തരം ചില സ്പ്രിംഗ്ലർ മുതൽ എന്ന നിലയിൽ നിജേഷ് അവതരിപ്പിക്കുന്ന കേസുകളിൽ പോരാടി മുന്നേറിയതിൻ്റെ ഒരു ഷെയ്ഡ് അല്ലെങ്കിൽ അത്തരം ഒരു സൂചന അദ്ദേഹത്തിൻ്റെ വാചകത്തിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ആ ചോദ്യം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
കഴിഞ്ഞ 7.5 വർഷമായി നിരവധി തവണയാണ് പ്രതിപക്ഷ നേതാവും അതുപോലെ KPCC പ്രസിഡന്റുമെല്ലാം ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾക്കെതിരെ കോടതിയിൽ പോയത്. പക്ഷെ ഇതുവരെ സാധാരണ ഒരു റിട്ട് പെറ്റീഷൻ വന്നാൽ എത്ര മെറിറ്റ് ഇല്ലെങ്കിലും ആ കോടതി ഫയലിൽ സ്വീകരിക്കും, എതിർഭാഗത്തിന് നോട്ടീസ് അയക്കും, അവരെ കേട്ടതിന് ശേഷം മെറിറ്റിൽ തീരുമാനമെടുക്കും. പക്ഷെ ഇപ്പൊ വന്ന് ഫയലിൽ സ്വീകരിക്കുന്ന പോലുമില്ല, എതിർഭാഗത്തിന് നോട്ടീസുമില്ല. ആ റിട്ട് പെറ്റീഷൻ തന്നെ തിരുത്തി കൊണ്ടുവന്നില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള കമന്റ് നിങ്ങൾക്കെതിരെ ഉണ്ടാകും, അതിശക്തമായിട്ടുള്ള ഉത്തരവ് നിങ്ങൾക്കെതിരെ ഉണ്ടാകും എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കും ധാർമ്മികതയുണ്ട് എന്ന് പറഞ്ഞൊരു അഫിഡവിറ്റ് ഫയൽ ചെയ്യ് എന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഒറ്റ ചോദ്യമുള്ളൂ, 17 ആണോ വലുത് 4 ആണോ വലുത്? ആകെ 21 MLA-മാരുള്ള കോൺഗ്രസിൽ 17 സീറ്റ് കിട്ടിയ ആളെ പ്രതിപക്ഷ നേതാവിൽ നിന്ന് മാറ്റി 4 വോട്ട് കിട്ടിയ ആള് കൃത്യമായി പ്രതിപക്ഷ നേതാവായി വന്നപ്പോ ഞാനാണ് മികച്ചത് എന്ന് തെളിയിക്കാൻ വേണ്ടി നടത്തുന്ന ഇടപെടലാണ്. കനത്ത തിരിച്ചടി ജനങ്ങളിൽ നിന്നും കിട്ടുന്നു, കോടതിയിൽ നിന്നും കിട്ടുന്നു, മറ്റെല്ലാ മേഖലയിൽ നിന്നും കിട്ടി മുന്നോട്ട് പോകുന്നതാണ്. അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിയമമന്ത്രി പി രാജീവ് ഇന്ന് വൈകുന്നേരം ഈ സാഹചര്യത്തെ കുറിച്ച് പ്രതികരിച്ചതൊന്ന് ക്യുക്കായി കണ്ടുകൊണ്ട് ഞാൻ ഡോക്ടർ പ്രേംകുമാറിലേക്ക്. മന്ത്രി പി രാജീവ് പറഞ്ഞത് കാണാം. അപ്പോൾ ഇത് സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു പരാമർശമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. നേരത്തെ ക്യാമറയുടെ കാര്യത്തിലും സമാനമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. വികസന കാര്യങ്ങളിൽ അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടതില്ല. എന്തായാലും കോടതി ഇപ്പോൾ ഒരു പരാമർശം നടത്തിയിരിക്കുന്നു. ബാക്കി കാര്യങ്ങളും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിശോധിക്കുന്നുണ്ട്. ഡോക്ടർ പ്രേംകുമാർ, ആ ആംഗിളിൽ തന്നെയാണ് എൻ്റെ ഒരു ചോദ്യം താങ്കളോടുള്ളത്. അതായത് വികസന കാര്യങ്ങൾ മുൻപൊരു സർക്കാരിനും ഉണ്ടാകാത്ത വിധം സമയബന്ധിതമായി വ്യക്തതയോടെ പൂർത്തീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ സർക്കാരിന് ജനങ്ങൾ കാണുന്ന ഒരു വലിയ മികവ്. അത് ആ നിലയിൽ തന്നെ ഇപ്പോൾ ദേശീയപാത വികസനം മുതൽ ഗെയിൽ, അതിനു മുമ്പ് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി സ്തംഭിച്ചു പോയതുണ്ട്, അത് ദേശീയപാതയുണ്ട്. ദേശീയപാതയുമായി ബന്ധപ്പെട്ട ഇന്നത്തെ കണക്കൊക്കെ വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും അധികം പണം അതിന് ചിലവാക്കിയ സംസ്ഥാനം ഗുജറാത്തൊന്നും 1 രൂപ പോലും ചിലവാക്കിയിട്ടില്ല എന്ന കണക്കടക്കം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അങ്ങനെ വികസനം മുന്നോട്ട് പോകുന്നൊരു ഘട്ടത്തിൽ ഇതിനെയെല്ലാം കോടതിയിൽ ഒരു കുരുക്കിട്ട് നിർത്താനുള്ളൊരു ശ്രമം നടന്നു. ഇതിലും അഴിമതി ആരോപിച്ച് കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു അന്വേഷണം, അതും CBI വരണം എന്ന നിലയിലൊക്കെ പറയുമ്പോൾ കോടതിയിൽ നിന്ന് ഒരു ഇടപെടലുണ്ടായാൽ ഒരു വലിയ പദ്ധതിയെ, ലോകം ശ്രദ്ധിച്ച പദ്ധതിയെ തന്നെ തളച്ചിടാം എന്ന പ്രതിപക്ഷത്തിൻ്റെ ഒരു നോട്ടമുണ്ട്. പക്ഷേ അത് ഏശാതെ പോകുന്നു. നിരന്തരം കേസുകളിൽ പ്രതിപക്ഷത്തിന് സംഭവിക്കുന്ന ഒരു തിരിച്ചടിയുടെ ഒരു അവസ്ഥ, ഗതികേട് മാരകമായ അവസ്ഥയിൽ ഇതിൽ ലഭിക്കുകയായിരുന്നു. അപ്പോൾ വികസനം, ഒരു സംസ്ഥാനത്തിൻ്റെ, ഒരു നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ, മാധ്യമങ്ങൾ നൽകുന്നൊരു വിവാദ പരിസരത്തിനും അപ്പുറം ദീർഘകാലാടിസ്ഥാനത്തിൽ ജനങ്ങൾ എങ്ങനെയാവും ഒരു പ്രതിപക്ഷ നേതാവിനെയും ആ പ്രതിപക്ഷത്തെയും ഇപ്പുറത്ത് സർക്കാരിനെയും വിലയിരുത്തുക? K-ഫോൺ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണല്ലോ, യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. അതായത് കേരളത്തിന്റെ സമൂഹത്തിന്, കേരള സൊസൈറ്റിക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ജനവിഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം വലിയൊരു പരിധിവരെ ഇവിടെയുള്ള ഇടതുപക്ഷ ചിന്തയുടെ, CPM എന്നുള്ള പാർട്ടിയുടെ നല്ല ഇടതുപക്ഷ ചിന്തയുടെ, ഒരുപക്ഷെ 1930-കളിലൊക്കെ തുടങ്ങിയിട്ടുള്ള ഇടതുപക്ഷ ചിന്തയുടെയും നമ്മുടെ സൊസൈറ്റിയിൽ നടന്നിട്ടുള്ള ഭൂപരിഷ്കരണം അടക്കമുള്ള വലിയ മാറ്റങ്ങളുടെയും ക്രിസ്ത്യൻ മിഷണറിമാരടക്കമുള്ള ആളുകൾ ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളിലൊക്കെ ഭാഗമായിട്ട് വളരെ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തൊരു സൊസൈറ്റിയാണ് നമ്മുടേത്. ഇനി കേരളത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് നോളജ് ഇക്കോണമിയാണ്. ഏറ്റവും നല്ല വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണ്, ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് ലോകം മുഴുവൻ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. കാംബ്രിഡ്ജ് പോയി പ്രസംഗിക്കുമ്പോൾ VD സതീശൻ ഇത് തന്നെയാണ് പറയാ. അതിന് ചെയ്യേണ്ടുന്ന കാര്യം കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും അടുത്ത് ഇന്റർനെറ്റ് കണക്ടിവിറ്റി എത്തിക്കുക, മുഴുവൻ ആളുകളെയും കണക്ട് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഈ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് K-ഫോണിനെതിരെ അന്നൊരു അടിയന്തര പ്രമേയം കൊണ്ടുവന്ന സമയത്ത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല സഭയിൽ വളരെ സത്യസന്ധമായി ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. ശ്രീ മുഖ്യമന്ത്രി, എന്തിനാണ് നമ്മൾ 1000 കോടിയൊക്കെ കടമെടുത്തിട്ട് ഇങ്ങനെ K-ഫോൺ കൂടെ കൊണ്ടുവരുന്നത്? നമുക്കൊക്കെ നല്ല സ്പീഡുള്ള ഇന്റർനെറ്റ് കിട്ടുന്നുണ്ടല്ലോ എന്ന്. നല്ല സ്പീഡുള്ള ഇന്റർനെറ്റ് കിട്ടുന്നുണ്ട്, നിയമസഭയ്ക്കുള്ളിൽ കിട്ടുന്നുണ്ട്, നിയമസഭയ്ക്ക് പുറത്ത് കിട്ടുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഓഫീസിൽ കിട്ടുന്നുണ്ട്, തിരുവനന്തപുരത്ത് കിട്ടുന്നുണ്ട്, ഞാൻ കോഴിക്കോട് നിന്ന് സംസാരിക്കുന്നു, ഇവിടെയും നല്ല സ്പീഡുള്ള ഇന്റർനെറ്റ് ഉണ്ട്. കൊച്ചിയിലിരിക്കുന്ന അരുണിന്റെ അടുത്തും ഇന്റർനെറ്റ് ഉണ്ട്. ഞാൻ വിചാരിക്കുന്നത് നിജേഷ് ബാലുശ്ശേരിയിലാണ്, അവിടെ സ്പീഡ് കുറവാണ്. ഈ ഡിജിറ്റൽ ഡിവൈഡ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സർക്കാർ സംവിധാനം തന്നെ എല്ലാ ആളുകൾക്കും, BPL വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സൗജന്യമായിട്ടും എല്ലാ ആളുകൾക്കും കണക്ഷൻ കൊടുക്കുന്നത്. ആ കണക്ഷൻ കൊടുക്കൽ പ്രോസസ് സ്ലോ ആവുമ്പം സത്യത്തിൽ ചെയ്യേണ്ട കാര്യമാണ് നിജേഷിനെ പോലെയുള്ള സത്യസന്ധനായ രാഷ്ട്രീയ പ്രവർത്തകൻ പറഞ്ഞു പോകുന്നത്. എന്താ പറയുന്നത്? പറയുന്ന വേഗത്തിൽ കണക്ഷൻ കൊടുത്തിട്ടില്ല.
അതിനെതിരെ സമരം ചെയ്യുകയാണ് യൂത്ത് കോൺഗ്രസ് ചെയ്യേണ്ടത്. അന്ന് പറഞ്ഞ വേഗതയിൽ കണക്ഷൻ കൊടുക്കുന്നില്ല, എല്ലായിടത്തും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കെ ഫോണിന്റെ ഓഫീസ് ഉപരോധിക്കുകയോ മുഖ്യമന്ത്രിയുടെ വാഹനം തടയാണ് വേണ്ടത്. ഇവരതല്ല ചെയ്യുന്നത്. ആദ്യം ഇത് ആവശ്യമില്ല എന്ന് പറയാം, പിന്നെ ഇതിന് സ്പീഡ് ഇല്ല എന്ന് പറയാം. സ്പീഡ് ഇല്ലെങ്കിൽ സ്പീഡ് കൂട്ടുകയാണല്ലോ വേണ്ടത്, ഈ പദ്ധതി അവസാനിപ്പിക്കുകയല്ലല്ലോ. അപ്പൊ വികസനത്തെ പറ്റിയിട്ട് നാടിനെ പറ്റി യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ എവിടെയോ ഇരുന്ന് എന്തെല്ലോ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുന്നതാണ് എന്നുള്ള പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസ് മീറ്റ് നടത്തുന്ന ലാഘവത്ത് തന്നെ ഇവര് കോടതിയെ സമീപിക്കുന്നു. കോടതിയിൽ ഇങ്ങനെ പോയാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് എങ്ങനെയാണ് നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നത് എന്നുള്ളത്. എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് MP ഷിപ്പ് പോലും എന്താ പറയാ ജുഡീഷ്യറിയെ പോലും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ചെയ്തതെന്നുള്ളത് നമുക്കറിയാം. ബിൽക്കീസ് ബാനോ കേസിൽ വന്ന വിധി പ്രതീക്ഷ നൽകുന്നതാണ്. അപ്പൊ കോടതി എന്നുള്ളത് നമ്മുടെ ലാസ്റ്റ് റിസോർട്ട് ആണെന്നേ. അത് VD സതീശനും ഇങ്ങനെ കഥയില്ലാത്ത വക്കീൽമാരുടെ ഊളത്തരങ്ങൾ പറഞ്ഞിട്ട് നശിപ്പിക്കാനുള്ളതല്ല. പ്രോമിനന്റ് ആയിട്ടുള്ള ലെജിബിൾ ആയിട്ട് കാര്യങ്ങൾ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനെയാണ് ഇവർ നശിപ്പിച്ചു കളയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ വെറുതെ അല്ല, VD സതീശനൊക്കെ എന്ത് ഡയലോഗും വെറും ഡയലോഗ് സതീശൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതായത് കോൺഗ്രസിന്റെ ലീഡേഴ്സിനെ ക്ഷണിച്ചിട്ടുള്ളൂ, കോൺഗ്രസിനെ ക്ഷണിച്ചിട്ടില്ല എന്ന് പ്രസ്താവന ഇറക്കിയ ആളാണ് ഇദ്ദേഹം. ഇതേ മനുഷ്യൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു കോൺഗ്രസ് എന്താ പറയുക രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കില്ല എന്ന്. കോൺഗ്രസിന്റെ ലീഡേഴ്സിനെ അല്ലേ ക്ഷണിക്കാൻ പറ്റുള്ളൂ, BJPയുടെ ലീഡേഴ്സ് അല്ലേ പങ്കെടുക്കുക, അല്ലാതൊരു സാധനം ഇല്ലല്ലോ. അപ്പൊ എന്താണോ വായിൽ വരുന്നത് ആ സമയത്ത് തോന്നുന്നത്, എവിടുന്നെങ്കിലും എന്തെങ്കിലും ഫ്ലാഷ് ന്യൂസ് കിട്ടിയാൽ വെരിഫൈ പോലും ചെയ്യാതെ വിളിച്ചു പറയുന്ന ഉത്തരവാദിത്തരാഹിത്വത്തിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം പോകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നിജേഷ് തന്നെ പറയുന്നു, കേട്ടോളൂ നിങ്ങള്, രാഹുൽ ഗാന്ധിയുടെ യാത്രയെയും പിണറായി വിജയന്റെ യാത്രയെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ അതല്ല പറഞ്ഞത്, ഇങ്ങനെ ഒരു യാത്ര ബസ്സിൽ നടക്കുന്നു എന്നുള്ള കാര്യം പോലും കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അറിയില്ലായിരുന്നു. അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ അന്ന് ഈ വിട്ടിത പറയില്ലായിരുന്നു, വേറെ പ്രശ്നങ്ങൾ ഉന്നയിക്കുമായിരുന്നു. 199 MLA-മാരല്ലേ LDF-നുള്ളൂ. 41 പേരും കൂടെ പങ്കെടുത്ത് ആ വേദികളിൽ നിന്ന് മുഖ്യമന്ത്രിക്കെതിരെ LDF സർക്കാരിന്റെ വീഴ്ചകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമായിരുന്നു. നിങ്ങൾ അതിന് പകരം ബസ്സിന് കരിങ്കൊടി കാണിക്കുകയും ബസ്സിന്റെ ഉള്ളിൽ കക്കൂസ് ഉണ്ടെന്ന് പറഞ്ഞ് ബഹളമാക്കുകയും ചെയ്യില്ലായിരുന്നു. ഏറ്റവും ചുരുങ്ങിയത് കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെങ്കിലും അറിയാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയണമെന്നുള്ളതാണ് നമ്മുടെ അഭ്യർത്ഥന. കനകോലു പോയി എന്ന് ഞാൻ പറയുമ്പോൾ നിജേഷ് പറയുന്നുണ്ട് കനകോലു പോയി എന്ന് വെറുതെ പറയുകയാണെന്നുള്ളത്. എന്നാ ഒരു സംശയം ചോദിച്ചോട്ടെ, കനകോലു വന്നിരുന്നുവോ? കനകോലു ഉണ്ടായിരുന്നുവോ? നിങ്ങളുടെ ക്യാമ്പയിൻ സ്ട്രാറ്റജി ചുമതല ചെയ്യാൻ കനകോലു ഉണ്ടായിരുന്നുവോ? രണ്ടും പറയില്ല, അവർ രണ്ടും പറയാൻ വേണ്ടി പറ്റില്ല. ഇവർക്ക് വിശ്വാസമായ പത്രങ്ങളിൽ തന്നെയാണ് ഈ രണ്ട് വാർത്തകളും പറയുന്നത്. VD സതീശൻ നിഷേധിച്ച കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കനകോലു പോലും ഇട്ടേച്ചു പോയ 4 നേതാക്കന്മാർ 16 ദിശയിലേക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് കേരളത്തിലെ പ്രതിപക്ഷം എന്നുള്ളത് കേരള സമൂഹത്തിന് മൊത്തത്തിലെ നഷ്ടം ഉണ്ടാക്കുന്നത് കോൺഗ്രസിന്റെ നഷ്ടത്തെക്കാൾ കൂടുതൽ. അത് ആത്യന്തികമായിട്ട് സഹായകമാവുക ആളുകൾ പിന്നെയും ഒലിച്ച് സംഘപരിവാറിന്റെ കൂട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണെന്നുള്ളതാണ് നമ്മുടെ സങ്കടം. ശരി, ഇവിടെ നിജേഷ്, ഈ പദ്ധതി സ്വാഭാവികമായി അതിൻ്റെ പൂർണ്ണതയിലേക്ക്, അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത് 2019-ലാണ്. നേരത്തെ ഇവിടെ ചർച്ചയ്ക്ക് വന്ന പോലെ അന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഗവൺമെൻറ് ഉത്തരവ് നമ്പർ 14/2019, അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് IT ഡിപ്പാർട്ട്മെൻറ്റ് 2019 ഇറക്കിയ ഉത്തരവ് പ്രകാരം പ്രതിപക്ഷ നേതാവിന്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ എക്സിബിറ്റിൽ നിന്നാണ് ഞാൻ ആ നമ്പറും ആ ഡേറ്റും പറയുന്നത്. 2010 അന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. അന്ന് അദ്ദേഹം ചോദിച്ച അദ്ദേഹത്തിൻ്റെ സംശയം സഭാരേഖകളിലുള്ളതാണ്. നേരത്തെ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയോട് ചോദിച്ച ഒരു ചോദ്യം, നമ്മൾ എന്തിന് കമ്പനികൾ നെറ്റ് തരുന്നില്ല, പിന്നെ എന്തിന് സർക്കാർ ഇതിന് ഇറങ്ങണം എന്ന ചോദ്യം മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായിരുന്നത്. അതിൻ്റെ തുടർച്ചയിൽ നോക്കൂ, ഏതാണ്ട് 30,000-അടുത്തും 30,000-ൽ പരമോ ഗവൺമെൻറ് ഓഫീസുകളാണ് നമ്മൾക്കുള്ളത്. അതിൽ 17,400-ൽ പരം സർക്കാർ ഓഫീസുകളിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഈ പശ്ചാത്തലത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. 10,000-ലധികം കുടുംബങ്ങൾക്ക് ആദ്യഘട്ടം എന്ന് പറയാൻ കഴിയില്ല, അത് വൈകുന്നതിൻ്റേതായിട്ടുള്ള കാരണങ്ങളും ഈ ചർച്ചയുടെ ഭാഗമായി വന്നു. അങ്ങനൊരു പ്രോജക്റ്റ് മുന്നോട്ട് പോവുകയാണ്. ഗുണഭോക്താക്കളിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞു തുടങ്ങിയല്ലോ എന്ന് ചീഫ് ജസ്റ്റിസ് തന്നെ ചോദിക്കുന്ന സാഹചര്യവും ഇന്നുണ്ടായി. അപ്പോൾ അങ്ങനെ 2019 ആരംഭിക്കുകയും അന്നത്തെ പ്രതിപക്ഷ നേതാവിനും അന്നത്തെ പ്രതിപക്ഷത്തിനും ഇല്ലാത്തതുമായിട്ടുള്ള ഒരു പ്രശ്നം 2024 അർജന്റ് മാറ്ററായി, റിട്ട് പെറ്റീഷനായി ഹൈക്കോടതിയിലേക്ക് കൊണ്ടുപോയ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന് കിട്ടിയ ഒന്നാം തരം തിരിച്ചടിയാണ്. അതിനി ഡിബേറ്റിനും ഡിസ്പ്യൂട്ടിനും വേണ്ടിയല്ല, അതാണ് അതിൻ്റെ ഒരു വസ്തുത. അപ്പോൾ ആദ്യ പ്രതിപക്ഷത്തിൽ നിന്ന് രണ്ടാം പ്രതിപക്ഷത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്ന ഈ ഷിഫ്റ്റിൽ നിങ്ങൾ പറയേണ്ട ചില ഉത്തരങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ഇവയാണ്.
20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായി നെറ്റ് ലഭിക്കുന്നതിനെ പ്രതിപക്ഷം എതിർക്കുകയാണോ? നെറ്റ് പൗരാവകാശം, ഇൻ്റർനെറ്റ് പൗരാവകാശമായതിൽ പ്രതിപക്ഷത്തിന് എതിർപ്പാണോ? എല്ലാ കുടുംബങ്ങൾക്കും നെറ്റ് ലഭിക്കുന്നതിനെ പ്രതിപക്ഷം എതിർക്കുകയാണോ? സർവീസുകൾ, സർക്കാർ ഓഫീസുകൾ, ഇൻ്റർനെറ്റ്, ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് സംവിധാനം വഴി സർവീസുകൾ കൂടുതലായി ശക്തമായി വേഗത്തിൽ ലഭിക്കുന്നതിനെ പ്രതിപക്ഷം ഇഷ്ടപ്പെടുന്നില്ലേ? കെ സ്മാർട്ട് ഏറ്റവും പുതിയ ഉദാഹരണത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതുപോലെ ഇതിലൊരു വലിയ വാണിജ്യ സാധ്യതയുണ്ട്, വരുമാന സാധ്യതയുണ്ട്. മറ്റ് കമ്പനികളെ, സ്വകാര്യ കമ്പനികളെ പോലെ ഇൻ്റർനെറ്റ് പ്രൊവൈഡറായി മാറാം കെ ഫോണിന്. അങ്ങനെ മാറിയാൽ ഉണ്ടാകാവുന്ന വാണിജ്യ നേട്ടം കേരളത്തിന് വേണ്ട എന്നാണോ പ്രതിപക്ഷം പറയുന്നത്? അതുപോലെ തന്നെ വലിയ തൊഴിൽ സാധ്യത പുതിയ തലമുറയ്ക്ക്, ചെറുപ്പക്കാർക്ക്, ചെറുകിട സംരംഭങ്ങൾക്ക്, പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക്, അതുപോലെ ജോബുകൾ ഔട്ട്സോഴ്സ് ചെയ്തെടുക്കുന്നതിൽ ഒക്കെയുള്ള തൊഴിലവസരങ്ങൾ കൂടുതലായി കേരളത്തിലെ ഏത് ഗ്രാമഗ്രാമാന്തരങ്ങളിലേക്കും നഗരത്തിലേക്കോ പട്ടണത്തിലേക്കോ ഒതുങ്ങാത്ത വിധം എത്തുന്നതിനെ പ്രതിപക്ഷം ഇഷ്ടപ്പെടുന്നില്ലേ? അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും അധികം ഡിജിറ്റൽ ഡിവൈഡുള്ള രാജ്യമാണ്, നിജേഷിനും എനിക്കും തർക്കമില്ല, നമ്മുടെ രാജ്യം ഇന്ത്യ. അതിനെ ഇല്ലാതാക്കാൻ, അതിനെ മാറ്റാൻ ഇൻ്റർനെറ്റ് സൗകര്യം പൗരാവകാശമാക്കി പ്രഖ്യാപിച്ച് ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് സർക്കാർ ഓഫീസുകളിലേക്കും എല്ലാ കുടുംബങ്ങളിലേക്കും എത്തിക്കുന്നതിനെ പ്രതിപക്ഷം ഇഷ്ടപ്പെടുന്നില്ലേ? ഈ ചോദ്യങ്ങൾ കൂടി കേരളത്തോട് പ്രതിപക്ഷം മറുപടി പറയേണ്ടി വരും. അതുതന്നെയാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ ഇടപെടലിൻ്റെ ഒരു സ്പിരിറ്റും. എരിയും വയറും പട്ടിണി മാറ്റൂ എന്നിട്ടാവാം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ് കമ്പ്യൂട്ടർ തല്ലിപ്പൊട്ടിച്ച പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് അധികാരത്തിൽ വരുന്ന സമയത്ത് കേരളത്തിൽ ഒരു പുതിയ പ്രോജക്റ്റ് എന്ന വ്യാജേന ഒരുപാട് പൈസ ആ പ്രൊജക്റ്റിൽ അധികമായി വരുന്നു, ആവശ്യത്തിന് റിസൾട്ട് വരുന്നില്ല. അത് ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്വമാണ് പ്രതിപക്ഷത്തിനുള്ളത്. 1000 കോടി രൂപയ്ക്ക് 20 ലക്ഷം വീടുകളിലും 30,000-ലധികം ഓഫീസുകളിലും കണക്ഷൻ കൊടുക്കും, നിശ്ചിത സമയത്തിനുള്ളിൽ കണക്ഷൻ കൊടുക്കും എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് അതിന്റെ ഏകദേശം 50% അധികം 1500 കോടി രൂപയിലേക്ക് മാറിയിട്ടും 5% പോലും റിസൾട്ട് വരാതിരിക്കുന്ന സമയത്ത് അത് ചോദ്യം ചെയ്യേണ്ട ഉത്തരവാദിത്തം അത് പബ്ലിക്കിലാണെങ്കിലും നിയമപരമാണെങ്കിലും ശരി, രാഷ്ട്രീയമായിട്ടാണെങ്കിലും ശരി, പ്രതിപക്ഷത്തിനുണ്ട്. ഞങ്ങൾ ആ ധർമ്മം മാത്രമേ നിങ്ങൾ എത്രയോ സുഖിച്ചില്ലേ? നിങ്ങൾ കോടതി ആവട്ടെ, ഇത് അവസാനത്തെ കോടതി അല്ലല്ലോ. നേരത്തെ ശ്രീ പ്രേംകുമാർ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കി, വീടൊഴിപ്പിച്ചു, അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു, അദ്ദേഹത്തെ തെരുവിലേക്ക് എത്തിച്ചു. പക്ഷെ അവസാനത്തെ കോടതി വന്ന സമയത്ത് രാഹുൽ ഗാന്ധി തിരിച്ച് അതേ ലോക്സഭയിലേക്ക് തന്നെ വന്നല്ലോ. അപ്പൊ ആ കാര്യത്തിലൊക്കെ നമ്മൾക്ക് ഇനിയും സാധ്യതകളുണ്ട്. ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന വിഷയം പ്രതിപക്ഷ നേതാവിനെതിരെ ഉണ്ടായിട്ടുള്ള പരാമർശങ്ങൾ നീക്കം ചെയ്യാൻ, കാരണം അദ്ദേഹം ഇരിക്കുന്ന പദവിക്ക് ചേരാത്ത വിധം അദ്ദേഹത്തെ ചോദ്യം ചെയ്യും വിധമാണ് ഹൈക്കോടതി ഇടപെട്ടത്. അത് നീക്കം ചെയ്യാൻ നിയമപരമായി അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ പോകുമോ? ഈ പരാമർശങ്ങൾ നീക്കം ചെയ്യാൻ പോകുമോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. നിയമവിദഗ്ധരുമായി ആലോചിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളത് മുന്നോട്ട് പോകും. നിങ്ങൾ ഈ പറയുന്നത് പോലെ, ഞാൻ നേരത്തെ അരുൺകുമാർ താഴോട്ട് ഇറങ്ങി ജലമെട്രോ, ഞാൻ ഏത് ചർച്ചയിൽ വന്നാലും അരുൺകുമാർ പറയുന്ന ഒരു കാര്യമാണ് ജലമെട്രോ. എന്റെ പ്രിയപ്പെട്ട അരുൺകുമാർ, മാവേലി സ്റ്റോറിൽ സാധനമില്ല, ആളുകൾക്ക് ഭക്ഷണമില്ല, അംഗനവാടിയിൽ ഭക്ഷണം എത്തിക്കാൻ സാധിക്കുന്നില്ല, ഉച്ചക്കഞ്ഞി കൊടുക്കാനുള്ള പൈസയില്ല, ഇത് പെൻഷൻ കിട്ടുന്നില്ല, ക്ഷേമനിധിയിൽ നിന്ന് വരെ കടമെടുക്കുന്നു. ഇതൊക്കെയാണ് ജനങ്ങളുടെ പ്രശ്നം. നിങ്ങൾ അതിദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും അംശം പോലും കേരളത്തിൽ മാറ്റാൻ പോകുകയാണ് നിജേഷ് വസ്തുതാവിരുദ്ധമായി പറയുന്നത്. അത് ചർച്ചയിൽ പോകാമെന്നുള്ള സംശയം എനിക്കുള്ളൂ. നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാനൊരു നാട്ടിൽ ജീവിക്കുന്ന ഒരാളാണ്. എന്റെ നാട്ടിൽ മാവേലി സ്റ്റോർ, എത്ര പട്ടിണി മരണം, എത്ര അംഗനവാടികൾ പൂട്ടിക്കിടക്കുന്നു, ഏത് സ്കൂളുകൾ ഉച്ചഭക്ഷണമില്ലാത്തതിന്റെ പേരിൽ അടയ്ക്കപ്പെട്ടു. ഞാൻ പറയാം, പഞ്ചായത്തിന്റെ നിർബന്ധമായി കൊടുക്കേണ്ട ഫണ്ടാണ് അംഗനവാടി. അവിടെ സപ്ലൈ പറയാം, ഒരു മിനിറ്റ്. സപ്ലൈ ചെയ്യേണ്ടത് സപ്ലൈകോ ആയിരുന്നു. സപ്ലൈകോയ്ക്ക് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇന്ന് ഇടതുപക്ഷം ഭരിക്കുന്ന, അല്ലെ ഇടതുപക്ഷത്തിന്റെ സൊസൈറ്റിയായ സ്ഥാപനമായ റെപ്കോ ആണ് ഭക്ഷണം കൊടുക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ സൊസൈറ്റികളാണ് ഭക്ഷണം കൊടുക്കുന്നത്. എത്ര എളുപ്പത്തിലാണ് കേന്ദ്ര സർക്കാർ എത്ര തുക ഈ ഇനത്തിൽ തരാനുണ്ട് കേരളത്തിന്? സാധിക്കാത്ത സർക്കാരിന് കൊടുക്കാൻ സാധിക്കാതിരിക്കുകയും ആ കാര്യത്തിൽ കുട്ടികളുടെ കാര്യം നമ്മളെല്ലാം ഒന്നിച്ചു നിൽക്കണമല്ലോ. എല്ലാവരും രാഷ്ട്രീയമൊക്കെ അവിടെ നിൽക്കട്ടെ. കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ ഈ ഇനത്തിൽ കേരളത്തിന് എത്ര തുകയാണ് നൽകാനുള്ളത്? അത് നിങ്ങൾ പറ. അതുകൊള്ളാം. ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോൾ തിരിച്ച് എന്നോട് ഉത്തരം പറയുന്ന നിലയിലാണ് നിജേഷ് ഒരു കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചത്. അതവിടെ നിൽക്കട്ടെ. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ സാന്ദർഭികമായി ചോദിച്ചതാണെങ്കിൽ അതിൽ സ്കോപ്പുണ്ടോ,
അഡ്വക്കേറ്റ് അരുൺകുമാർ, അതായത് പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിലിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അങ്ങേയറ്റം അപമാനകരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ധാർമ്മികമായിട്ട് ആ പദവിയിൽ തുടരാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സമീപനം, ഒരു ഇടപെടൽ ഹൈക്കോടതിയിൽ നിന്നുണ്ടായപ്പോൾ അത് നീക്കം ചെയ്യാൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് നിയമപരമായി നീങ്ങാൻ കഴിയുമോ എന്നതടക്കമുള്ള പ്രശ്നം അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ പരിശോധിക്കാവുന്നതാണോ? വളരെ ഗൗരവമുള്ള ചോദ്യം തന്നെയാണ്. കാരണം ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഉത്തരവില്. പ്രതിപക്ഷ നേതാവ് എ റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി പോലെ തന്നെയാണല്ലോ. അപ്പോൾ പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന ഒരു വ്യക്തി ഹൈക്കോടതിയിൽ വന്ന ഒരു ഹർജി നൽകുക, ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ ഏറ്റവും സാധാരണക്കാർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസാന അത്താണിയാണ്. മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴാണല്ലോ സാധാരണ നമ്മൾ കോടതിയിലേക്ക് വരിക. അപ്പോൾ ഇത്തരത്തിൽ അനവസരത്തിലുള്ള ഇറാഷണൽ ആയിട്ടുള്ള യുക്തിരഹിതമായിട്ടുള്ള റിട്ട് പെറ്റീഷനുകൾ കേട്ട് സമയം കളയാനുള്ളതല്ല നമ്മുടെ കോടതിയുടെ ബെഞ്ചുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വാചകം, അവസാനത്തെ വാചകത്തിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ടല്ലോ, ദ പെറ്റീഷണർ ഹാസ് മെയ്ഡ് ഇറാഷണൽ ആൻഡ് അൺവാണ്ടഡ് കമന്റ് എന്ന് തന്നെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ അനവസരത്തിലുള്ള ഹർജികൾ കൊണ്ടുവന്ന് കോടതിയുടെ സമയം കളയുന്ന ഒരു സ്ഥിതിയുണ്ട്. അതോടൊപ്പം തന്നെ ഈ റിട്ട് പെറ്റീഷനിൽ തന്നെ പ്രധാനപ്പെട്ട പാരഗ്രാഫുകൾ മാറ്റി വന്നില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് പറയുമ്പോൾ അത് തിരുത്തിക്കൊണ്ട് വന്നേ പറ്റൂ. അല്ലാത്ത പക്ഷം അദ്ദേഹത്തെ ആ സ്ഥാനത്തിരിക്കാൻ യാതൊരു അർഹനല്ല. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനം ചോദ്യം ചെയ്യുന്ന തരത്തിൽ അന്തസ്സുണ്ടെങ്കിൽ രാജിവെച്ച് പോകേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട്. ഇത് സമാനമായിട്ടുള്ള നിരവധി കേസുകൾ ഇതിനു മുമ്പും കൊടുത്ത് അടി വാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം, സാധാരണ നീതി നിർവഹണത്തിന് വേണ്ടിയിട്ടുള്ള സമയം, ആയിരക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുന്ന കോടതിയിൽ വന്ന് ഒരു പദ്ധതി നിർത്തിവെപ്പിക്കണം, പദ്ധതി എന്നേക്കുമായി അവസാനിപ്പിക്കണം എന്നതാണ് പറഞ്ഞത്. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി വീണ്ടും പറയുന്നത് പ്രഖ്യാപിച്ച അത്ര എണ്ണ കണക്ഷൻ കൊടുത്തില്ല എന്ന രൂപത്തിലാണ്. അതല്ലല്ലോ ഇവിടെ ചോദ്യം ചെയ്തത്. എന്താണ് വൈകുന്നത്? അതുകൊണ്ട് K-Phone അതോറിറ്റിക്ക് ഡയറക്ഷൻ കൊടുക്കണം, ഗവൺമെന്റിന് ഡയറക്ഷൻ കൊടുക്കണം, സമയബന്ധിതമായി ഈ പദ്ധതി പൂർത്തീകരിക്കണം എന്ന രൂപത്തിലുള്ള ഒരു പ്രയറുമായിട്ടല്ല വന്നത്. ഈ പദ്ധതി എന്നേക്കുമായി അവസാനിപ്പിക്കണം, ഇതേക്കുറിച്ച് CBI കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന രൂപത്തിലാണ് ഹൈക്കോടതിയിൽ വന്നത്. അതുകൊണ്ട് അദ്ദേഹം ആ പദവിയിൽ തുടരാൻ ഒരു തരത്തിലും അർഹനല്ല. അത്ര ശക്തമായിട്ടുള്ള പ്രഹരമാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അത് തിരുത്തിക്കൊണ്ട് വന്നില്ലെങ്കിൽ, തന്റെ ഹർജി പ്രധാനപ്പെട്ട പാരഗ്രാഫ് ഒഴിവാക്കിക്കൊണ്ട് വന്നില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള കമന്റ് കോടതിയിൽ നിന്നുണ്ടാവും, ഇടപെടൽ കോടതിയിൽ നിന്നുണ്ടാകും എന്നതിൽ സംശയമില്ല. ഫെബ്രുവരി 6-ാം തീയതി ഈ കേസ് വീണ്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിജേഷ്, ഇപ്പോൾ ഒരു മന്ത്രിക്കെതിരെ സങ്കല്പിക്കുക, മന്ത്രിക്കെതിരെയാണ് കോടതിയിൽ നിന്ന് ഇത്രയും പരാമർശങ്ങൾ വരുന്നത് എങ്കിൽ ഇടക്കാല ഉത്തരവിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുമുണ്ട്. വാക്കാൽ നിരീക്ഷണം മാത്രമല്ല, സ്വാഭാവികമായും പ്രതിപക്ഷം പറയില്ലേ മന്ത്രി രാജിവെക്കണമെന്ന്. അതേ വാദം, അതേ യുക്തി പ്രതിപക്ഷ നേതാവിനും ബാധകമല്ലേ? ഈ കേസിൽ ആ ഘട്ടത്തിൽ നിങ്ങൾ എത്തിയെന്ന് നിങ്ങൾ ആശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടം ഇതിലുണ്ടായിട്ടില്ല. ഈ ഫെബ്രുവരി 6-ന് ഇത് വീണ്ടും പരിഗണിക്കും. ആ സമയത്ത് വരട്ടെ, നമ്മൾക്ക് തന്നെ ഇരുന്ന് ചർച്ച ചെയ്യാമല്ലോ. ഞങ്ങൾ മുന്നോട്ട് വെച്ച പ്രയർ അത് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ 58-ാം പാരഗ്രാഫ് ഒഴിവാക്കാൻ പറഞ്ഞത്, ഇതിൽ നടന്ന 58-ാം പാരഗ്രാഫ് ഒഴിവാക്കാൻ പറഞ്ഞത് ഒരു ക്ഷീണമല്ലേ, തിരിച്ചടിയല്ലേ? അല്ല, അരുൺകുമാർ ആവർത്തിച്ച് പറയുന്നു ഇത് ഒഴിവാക്കി വന്നിട്ടില്ലെങ്കിൽ VD സതീശൻ, അരുൺകുമാർ പറയുന്നില്ല, കോടതി പറഞ്ഞാണ്. ഒരു അത് വരട്ടെന്ന് 6-ാം തീയതി വന്നതിനെ കുറിച്ച് പറയാം. ഇനി വരട്ടെ എന്നല്ല, ഇന്ന് വന്നതിനെ കുറിച്ച് പറയാൻ നിജേഷ്. ഇന്ന് വന്നല്ലോ, ഇന്നൊരു എമണ്ടൻ പ്രഹരം കിട്ടിയല്ലോ. ആ എമണ്ടൻ പ്രഹരം 58-ാം പാരഗ്രാഫ് ഒഴിവാക്കാൻ പറഞ്ഞത് തിരിച്ചടിയാണോ? അല്ല, ഞാൻ പറഞ്ഞു, ലൈഫ് മിഷൻ 20 കോടി രൂപ വാങ്ങിയിട്ട് 9 കോടി രൂപ കമ്മീഷൻ മിഷനെ കുറിച്ചല്ല, ഒരു ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച അതൊരു മിഷനെ ഇല്ലാതാക്കും വിധത്തിലേക്ക് പോകാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. ന്യായീകരിക്കുന്ന ഒരു ഭരണകൂടം, അതിന്റെ വക്താക്കളും ഞങ്ങൾ എങ്ങനെ കാണും? ഞാനൊരു ഫാക്ട് മാത്രമാണ്. ഓക്കെ, ഇവിടെ നമുക്ക് വേഗത്തിൽ അവസാനിപ്പിക്കാം. ഡോക്ടർ പ്രേംകുമാർ, ഇപ്പോൾ ഇതിനകത്തുകൂടി ലോകായുക്തയെക്കുറിച്ചും ഒന്ന് മെൻഷൻ ചെയ്യാൻ ശ്രമിച്ച ഒരു ഫിറ്റിംഗ് ഉണ്ടല്ലോ ഈ ഹർജിയിൽ. അതിൻ്റെ സൂചന എന്തായിരുന്നു? ലോകായുക്തയിലൊക്കെ നല്ല തിരിച്ചടി കിട്ടി, അതിനൊരു ലീഗൽ വിങ് ഉണ്ട്, അതിൽ നിരന്തരം നിന്നൊരു പൊളിറ്റിക്കൽ സംവിധാനം കോൺഗ്രസിനകത്തുണ്ട്, നേതാക്കളെയൊക്കെ നമ്മൾ ചർച്ചകളിൽ കണ്ടിട്ടുണ്ട്, ആ സംവിധാനത്തെ അറിയാം. അതും ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ ശ്രമിച്ചു, അത് കോടതി കൈയോടെ പിടിച്ചു എന്നാണോ? അല്ല, എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, VD സതീശനെ ആരോ ചെറുതായിട്ട് കുഴി ചാടിച്ചിട്ടുണ്ടെന്നാണ്. കാരണം ഒരു മിനിമം നിയമം, ഒരു എന്താ പറയാ, ലീഗൽ സെൻസ് ഉള്ള ഒരാള് ലോകായുക്ത ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു കമന്റ് ഹൈക്കോടതിയിൽ പോയിട്ട് പറയില്ലെന്നേ. ഭയങ്കര കുഴപ്പമല്ലേ, ഭയങ്കര അപകടമല്ലേ അത്? പിന്നെ ഇങ്ങനെ ഒരു പരാമർശം VD സതീശന്റെ പേരിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ അത് ആഘോഷിക്കുകയുള്ളൂ, അവരൊരു ആഭരണമായിട്ട് എടുക്കുകയുള്ളൂ. കാരണം നോക്കൂ, നിങ്ങള് സ്വന്തം പാർട്ടിയിലെ ഇലക്ഷൻ നടത്തുന്നതിന്റെ ഇടയ്ക്ക് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ട് വോട്ട് മറിച്ചു എന്ന് കോൺഗ്രസ്സുകാർ തന്നെ കൊടുത്ത പരാതി നമ്മൾ അന്വേഷണം നേരിടുന്ന ആളാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്. വ്യാജ ഫേക്ക് ID ഉണ്ടാക്കാൻ
ഉണ്ടാക്കാൻ വേണ്ടി ഒറിജിനൽ ഫോൺ വാങ്ങി എന്ന് പറഞ്ഞിട്ട് ഫേക്ക് ബില്ല് കാണിച്ചതിന് ഡോക്ടർ സരിനെ പുറത്താക്കണം എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാരനെ പരാതി കൊടുത്തിരിക്കുന്നതാണ്. ജീവിതകാലം മുഴുവൻ പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട മോൺസൺ മാവുങ്ങളുടെ കൂടെ ഇടപാട് നടത്തിയ കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണ് KPCC പ്രസിഡന്റ്. പിന്നെ VD സതീശന്റെ പേരിലും ഈ മാതിരി കുറച്ച് സാധനം ഉണ്ടാവുന്നതിൽ യാതൊരു കുഴപ്പമൊന്നുമില്ല. അവരത് അലങ്കാരമായിട്ട് എടുക്കുകയുള്ളൂ. ശരത്ത് വെറുതെ ബേജാറായിട്ട് കാര്യമൊന്നുമില്ല. ശരി, നമുക്ക് ഏതായാലും ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. വളരെ നന്ദി നിജേഷ്, അരുൺകുമാർ, അതുപോലെ തന്നെ ഡോക്ടർ പ്രേംകുമാർ ചർച്ചയിൽ സജീവമായ അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചതിന്. നമുക്ക് ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുകയാണ്.